ഹലോ. സോ നമുക്ക് ഇന്നൊരു കെമിസ്ട്രിയുടെ ഒരു ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തേക്കാം. ഇപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ചെറിയ ഇഷ്ടം കൂടി ഉണ്ട് ഈ ടോപ്പിക്. +2ൻ്റെ സൊല്യൂഷൻ കഴിഞ്ഞ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോ കെമിസ്ട്രി. ഇപ്പോൾ ഒരു ചെറിയ രീതി പറയുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ഏതൊരു ടീച്ചേഴ്സിനും വളരെ ഇഷ്ടമായിട്ട് എടുക്കാവുന്ന ടോപ്പിക്കും കൂടിയാണ്. അതായിരിക്കുമല്ലോ നമ്മളും കണ്ടിട്ടുള്ളേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മൂവി, നമ്മളൊരു അഡാർ ലവ് സ്റ്റോറിക്കകത്ത് ആ ഒരു കൺസെപ്റ്റ് വെച്ചാ ആ സാറും തുടങ്ങിയ ഗാൽവനിക് സെൽ. പിന്നെ അവിടെ ഒരു ഫേമസ് ഡയലോഗ് നിങ്ങളെ ചിരിപ്പിക്കുന്നത്, കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞ് സാർ പറഞ്ഞു, വാട്ട് ഈസ് കാൽഷ്യം കാർബൺ, വാട്ട് ഈസ് CaCO3 എടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ആ കുട്ടി പറഞ്ഞ ആൻസർ ഇപ്പോഴും നിങ്ങളെയൊക്കെ ചിരിപ്പിക്കുന്നുണ്ടായിരിക്കും. ഇത് ഞാൻ പറയുമ്പോഴും നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടായിരിക്കും. ഓക്കെ, ഡെഫിനറ്റ്ലി എൻ്റെ ഈ വേർഡിങ് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ഏതൊരു വേർഡിങ് ആന്നു ആ കുട്ടി പറഞ്ഞത്, അല്ലേ? എനിവേ, നമ്മുടെ കുട്ടികൾ അങ്ങനെയൊന്നുമല്ല. ദേ നോ വെൽ ഇനഫ് എന്തായിരുന്നു ആ കമ്പൗണ്ട്. ഇപ്പം നമുക്ക് തുടങ്ങാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഔട്ട് ഓഫ് ദ ടോപ്പിക്കും കൂടെ, ഫുള്ളായിട്ട് ബോറടിക്കാതിരിക്കാൻ കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻസ് പറയാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ ട്രോളിലും കയറി വരാം. ഇപ്പം നല്ലൊരു ടോപ്പിക്, നല്ല റേഞ്ചുള്ള ക്വസ്റ്റ്യൻ. പിന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ കെമിസ്ട്രി എന്നൊരു വാക്ക് വരുമ്പോഴത്തേക്ക് രണ്ടാമത്തെ കാര്യം ഓർക്കുന്നത് നമ്മൾ ഡെഫിനറ്റ്ലി അതിൻ്റെ പ്രോബ്ലംസാണ്. അപ്പം ആ പ്രോബ്ലംസ് ഒക്കെ കുറച്ചുകൂടി ഈസി ആക്കാനാണ് നമ്മൾ ഈ ഒരു സെക്ഷനായിട്ട് വന്നേ. സോ ലെറ്റ്സ് ബിഗിൻ. സോ യു ആൻഡ് മീ ടുഗെദർ ലെറ്റ്സ് കോൺട്രിബ്യൂട്ട് ടു ഇലക്ട്രോ കെമിസ്ട്രി. അപ്പം ക്വസ്റ്റ്യൻസിലോട്ട് നേരെ വരിക. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. മിക്കവാറും നമുക്ക് ഒബ്വിയസ്ലി ഇത് വരാമെന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി ആന്നു. കാരണം ഇത്രയും നാളായിട്ട് ഇങ്ങനത്തെ ടൈപ്പ് ഓർ റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. എന്നാൽ ഇമ്പോർട്ടൻ്റാ. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ അതിൻ്റെതായ ഇമ്പോർട്ടൻസും ഉണ്ട്. ലെറ്റ്സ് സി Cu2++2 ഇലക്ട്രോൺസ് ഗീവ് Cu. E0 വാല്യൂ സ്റ്റാൻഡേർഡ് ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. Cu2+ ഒരു ഇലക്ട്രോൺ എടുത്ത് Cu+ ആയി സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അതിൻ്റെയും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ E0 ഫോർ ദ റിയാക്ഷനാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ E0. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് ഇക്വേഷൻ കാണുമ്പോൾ നമ്മൾ പിന്നെയും ബാക്ക് ടു നമ്മുടെ ആ ഓൾഡ് കൺസെപ്റ്റ്, ഫസ്റ്റ് ഇക്വേഷൻ എടുത്തു, സെക്കൻഡ് ഇക്വേഷൻ എടുത്തു, മെർജ് ചെയ്തു, E0 കാത്തോഡ് ആനോഡ്, ആ രീതിയിലായിരിക്കും പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയുന്ന മെസ്സേജ്. എന്നാൽ ഒന്ന് ഹോൾഡ് ചെയ്യുക. കാരണം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുകയാണെ കാത്തോഡ് ആനോഡ് വ്യത്യാസമില്ല, കോപ്പർ തന്നെയാണ്. Cu2+2 ഇലക്ട്രോൺ, Cu2++1 ഇലക്ട്രോൺ, ആ ഒരു വ്യത്യാസമുണ്ട്. എല്ലാത്തിനകത്തും നമ്മൾ മാഗ്നീഷ്യം, അലുമിനിയം, കോപ്പർ, സിങ്ക് ഇതൊക്കെ എടുക്കുക. പക്ഷെ ഇവിടെ രണ്ടും സെയിം ആയിട്ടുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ ഈ പ്രോബ്ലംന്ന് പോകുന്ന രീതി ഇതാ. അപ്പം നമ്മൾ പഠിക്കേണ്ട ശരിക്കും ഈ ടൈപ്പ് വരുമ്പോൾ ഈ രീതിയിലാണ് പ്രോബ്ലം ചെയ്യേണ്ട. അപ്പം ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത് രീതി ഇതാന്നു. ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ ഇതാന്നു മെയിൻ ഇക്വേഷൻ വരുന്നത്. Cu++1 ഇലക്ട്രോൺ ഗീവ് Cu. അപ്പം നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ആ രണ്ടാമത്തെ ഇതിൽ ജസ്റ്റ് റിവേഴ്സ് ദ ഇക്വേഷൻ. രണ്ടാമത്തെ വരുന്നത് ജസ്റ്റ് റിവേഴ്സ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷനെ ഒന്ന് റിവേഴ്സ് ചെയ്ത് വിടുക. റിവേഴ്സ് ഇക്വേഷൻ 2. അപ്പം നമ്മുടെ ഇക്വേഷൻ 2 ഒന്ന് റിവേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് Cu+ ഗിവ്സ് Cu2++1 ഇലക്ട്രോൺ. ആൻഡ് ഇത് റിവേഴ്സ് ചെയ്യുമ്പോൾ ഓർത്തോണേ ഈ കാര്യം മറക്കല്ലേ, നമ്മുടെ E0 വാല്യൂവിനും മാറ്റം കൊടുക്കണം. E0 വിൽ ബി -0.153 വോൾട്ട്. മാറ്റിയില്ലേ? ഇക്വേഷൻ റിവേഴ്സ് ചെയ്തു, കൂട്ടത്തിൽ E0ൻ്റെ വാല്യൂ നമ്മൾ +ന്ന് മൈനസ് ആക്കി.
ഇനി നിങ്ങളോർക്കുമായിരിക്കും ഇതെന്താ ഇങ്ങനെ ചെയ്ത്, നമ്മൾ സെക്കൻഡിനെ റിവേഴ്സ് എന്താ ചെയ്ത്. ഇനി ആ ഫസ്റ്റ് ഇക്വേഷൻ കൂടെ, ഇപ്പം ഇതാന്നു സെക്കൻഡ് റിവേഴ്സ് ഇക്വേഷൻ 2 എഴുതിയത്. ഇനി ആ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ അതേമാതിരി എഴുതുക. ഇക്വേഷൻ 1 Cu2 പ്ലസ് 2 ഇലക്ട്രോൺസ് ഗീവ്സ് Cu ആൻഡ് E0 അവിടെ റിവേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ ഒരു രീതിയിലും വാല്യൂ ഒന്നും മാറ്റണ്ട. ഇത് നമ്മുടെ ഇക്വേഷൻ 1. ഇനി ഈ രണ്ടെണ്ണം നമ്മൾ കൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ നോക്കിക്കേ, എന്താ? Cu 2 പ്ലസ് 2 പ്ലസ് കട്ടാവുമല്ലേ, നമുക്ക് കിട്ടുന്നത് Cu പ്ലസ് 2 ഇലക്ട്രോൺ. നമ്മൾ മാത്സ് ചെയ്യുന്ന മാതിരി ആ +1 ഇലക്ട്രോണിനെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ മൈനസ് അല്ലേ, കംപ്ലീറ്റ് പോകുന്നില്ല. അതും കൂടെ ഒരു ഫോക്കസാണ്. നമ്മുടെ പ്രോബ്ലം ആ രീതി നമ്മൾ ചിന്തിക്കുന്ന ആ ടൈപ്പ് അല്ല. 2 ഇലക്ട്രോൺ -1 ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ അവിടെ ബാലൻസ് നിൽക്കുന്നു, Cu. കണ്ടോ, നമ്മുടെ മെയിൻ ഇക്വേഷൻ വന്നല്ലോ. അപ്പം നമ്മുടെ മെയിൻ ഇക്വേഷൻ്റെ E0 വന്നു. ഇത് E0 1 ഇത് E0 2 ആൻഡ് മെയിൻ E0. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലമിന് നമ്മൾ ചെയ്യേണ്ട. അപ്പം ആദ്യമേ പറഞ്ഞു ഈ പ്രോബ്ലമിനൊരു വ്യത്യാസം എന്താ, ഇതിന് ഒരു ചെറിയ ആറ്റിറ്റ്യൂഡ് വ്യത്യാസം. രണ്ടും സെയിമാ, കോപ്പ്. പിന്നെ എങ്ങനെ നമ്മൾ ആ മെയിൻ ഇക്വേഷനിലോട്ട് കൊണ്ടുവരും. അപ്പം നോക്കി കഴിയുമ്പോൾ ഫസ്റ്റ് അതേമാതിരി ഇരുന്നോട്ടെ, സെക്കൻഡിനെ റിവേഴ്സ് ചെയ്തു, E0 -8 നോക്കി. ഇനി വരുന്നത് നമ്മുടെ പ്രോബ്ലം വഴിയിലോട്ട്. മെയിൻ ഇക്വേഷൻ വന്നല്ലോ. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷനെ നമുക്ക് ΔG1 ഒന്ന് കണ്ടുപിടിക്കാം ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ്റെ ΔG2. നമുക്കറിയാം ഈ ടോപ്പിക്ക് ഫസ്റ്റ് പാർട്ട് ഇലക്ട്രോ കെമിക്കൽ സെൽസിൽ നിന്നുള്ളതാണ്. ΔG തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യം. ആൻഡ് ഇവിടെ മെയിൻ ΔG ഓഫ് ദ റിയാക്ഷൻ. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഇക്വേഷൻ പോകുന്ന വഴി ഇതാ, ΔG ഓഫ് ടോട്ടൽ റിയാക്ഷൻ ഈക്വൽ ടു ΔG1 പ്ലസ് ΔG2. ഇതാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ മെയിൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷന് ΔG ഓഫ് ദ റിയാക്ഷൻ കൊടുത്തു ആൻഡ് ഫസ്റ്റ് ഇക്വേഷന് ΔG1 കൊടുത്തോളൂ, ΔG1. സെക്കൻഡിന് ΔG2 കൊടുത്തോളൂ. ആൻഡ് ആ രണ്ടിനകത്ത് ചെറിയ ചേഞ്ചസ് വരുമ്പോഴേ ΔG റിയാക്ഷൻ, അതനുസരിച്ച് നമ്മൾ മാറ്റം കൊടുത്തു ആൻഡ് അവർ ഫൈനൽ ഇക്വേഷനിലോട്ട്. അപ്പം ΔG റിയാക്ഷൻ മൈനസ് NF EMF ഓഫ് എ സെൽ ഈസ് ഈക്വൽ ടു മൈനസ് NF E1 ഓഫ് എ സെൽ പ്ലസ് മൈനസ് NF E2 ഓഫ് എ സെൽ. ഇനി ആ NN നമ്പർ ഓഫ് ഇലക്ട്രോണാണ്. അപ്പം നമ്മുടെ മെയിൻ റിയാക്ഷൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 അല്ലേ. ΔG റിയാക്ഷൻ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, -1. F EMF ഓഫ് എ സെൽ. അടുത്ത E1ൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കുകയാണെങ്കിൽ 2 -2. F സെയിം അടുത്ത് തന്നെ വെച്ചു. E1 ഈസ് 0.337 പ്ലസ് മൈനസ് E2 ΔG2. അവിടെ നമ്മളോട് പറയുന്ന ഒരു ഇലക്ട്രോണേ ഉള്ളൂ. സോ 1 F E2 എന്ന് പറയുന്നത് അവിടെ തെറ്റിക്കല്ലേ. E2 നമ്മൾ മാറ്റി റിവേഴ്സ് ചെയ്തപ്പം -0.153 ആയിരുന്നു. അപ്പം ആ മൈനസ് മറന്നു പോവല്ലേ. -1FE ഈസ് ഈക്വൽ ടു, ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, 14 3 2 6 7 0.674 മൈനസ് ഇത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലേ, ഫാരഡേ ലാസ്റ്റ് നമുക്ക് ഒഴിവാക്കാം, 0.153 ഫാരഡേ. എന്തിനാണ് നമ്മൾ ഈ ഫാരഡേ വെച്ചുകൊണ്ടിരിക്കുന്ന, സെയിം അല്ലേ, കട്ട് ചെയ്യാമല്ലോ എല്ലായിടത്തു നിന്നും. സോ ഫൈനൽ യു ഗെറ്റ് മൈനസ് C ഈസ് ഈക്വൽ ടു, ഇതൊന്ന് ഫാരഡേ 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 എല്ലായിടത്തു നിന്ന് കട്ട് ചെയ്തു. വാട്ട് യു ഗെറ്റ് ഈസ് -0.52. ഇപ്പം രണ്ട് സ്ഥലത്തു നിന്ന് മൈനസ് കട്ട് ചെയ്തു ആൻഡ് ദാറ്റ്സ് വാട്ട് യു ഗെറ്റ് അവർ ആൻസർ ആസ്
0.52 വോട്ട്. റൈറ്റ്? ഇപ്പം നല്ല റേഞ്ച് ഉള്ള ഒരു ക്വസ്റ്റ്യനാ. എങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞു. ഇത് ഇത്രയും വർഷമായിട്ട് വലിയതായിട്ട് അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യനാ. സോ ഉറപ്പായിട്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. ആൻഡ് അതിൻ്റെ രീതി പറഞ്ഞു. രണ്ട് ഡിഫറെൻ്റ് ആണേ നമ്മൾ ആ സെയിം ഉള്ള ടെക്നിക് ആനോഡ് കാത്തോഡ് മാറ്റുക. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനെ ഡെൽറ്റ ജി ഈക്വൽ ഡെൽറ്റ G1 പ്ലസ് ഡെൽറ്റ G2 ആ ഇക്വേഷൻ വെച്ച് കൊടുക്കുക. റൈറ്റ്? ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് അല്ലേ? റൈറ്റ്. അപ്പം നമുക്ക് രണ്ടാമത്തേലോട്ട് പോയേക്കാം. റൈറ്റ്? ഇപ്പം കൂടുതൽ ബോർ അടിക്കാതെ, കൂടുതൽ മിഷിലടിക്കാതെ നമുക്ക് രണ്ടാമത്തേലോട്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയായിരുന്നു. ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് വൺ. റൈറ്റ്? ഫാരഡേസ് ലോ. റൈറ്റ്? ഇപ്പം ഈ ടോപ്പിക്കിനെ ശരിക്കും പറഞ്ഞാൽ 5 ഇലക്ട്രോ കെമിസ്ട്രി പഠിപ്പിക്കുമ്പോൾ 5 ഭാഗമുണ്ട്. അതിൽ ഒന്ന് ഗാൽവനിക് സെല്ല്, അതിൻ്റെ ആ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആപ്ലിക്കേറ്ററി പാർട്ടാണ് നമ്മളിപ്പോൾ ചെയ്തത്. രണ്ടാമത്തെ ഫാരഡേസ് ലോ. രണ്ട് തമ്മിൽ ഒരു റിലേഷനും ഇല്ല. ഇപ്പം കുട്ടികളെ നിങ്ങൾക്ക് ടോപ്പിക്ക് ഡിഫിക്കൾട്ടായിട്ട് തോന്നുകയാണേ സെഗ്രിഗേറ്റ് ടോപ്പിക്കിനെ ഡിവൈഡ് ചെയ്യുക. ഗാൽവനിക് സെൽ, ഫാരഡേസ് ലോ, അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഈ രണ്ടെണ്ണം അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് വേണ്ട. അപ്പം ബാക്കി 3 ടോപ്പിക് വരുന്നുണ്ട്. കണ്ടക്ടിവിറ്റി, ഇലക്ട്രോ കെമിക്കൽ സെൽസ് ഉണ്ട്, പ്രൊഡക്ട്സ് ഓഫ് ഇലക്ട്രോലൈസിസ്, കുഞ്ഞു കുഞ്ഞു ഭാഗം. അത് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് നീക്കാം. ഇന്ന് നമ്മൾ ഗാൽവനിക് സെല്ലും ഫാരഡേനെ കുറച്ചുകൂടെ ഒന്ന് പഠിച്ചേക്കാം. അവരെ കുറച്ചുകൂടെ കൂടുതലൊന്ന് സ്നേഹിച്ചേക്കാം അല്ലേ? അപ്പം ഇന്ന് ഗാൽവനിക്കിനെ സ്നേഹിക്കാം, ഫാരഡേസിനെ ഒന്ന് സ്നേഹിക്കാം, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട്. അപ്പോൾ സെക്കൻഡ് വണ്ണിലോട്ട്, ഹൗ മച്ച് ഇലക്ട്രിസിറ്റി ഈസ് റിക്വയർഡ് ഇൻ കുളം ഫോർ ദ ഓക്സിഡേഷൻ ഓഫ് 1 mole of FeO2 Fe2O3. ഇമ്പോർട്ടൻറ്റ് ടൈപ്പാ. നല്ല ഒരു റേഞ്ചുള്ള ക്വസ്റ്റ്യനും കൂടിയാ. സബ്ജക്റ്റീവ് ചോദിക്കാം, വേണേൽ ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാം. അപ്പം കുറച്ച് നമ്മുടെ റിഡോക്സും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പം റിഡോക്സും കൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ഫോർ FeO ഈന്ന് Fe2O3ലോട്ട് വന്നു. എന്താ ചേഞ്ച്? അതാണ് ചോദിച്ചിരിക്കുന്നത്. Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റാ +2. Fe2O3യുടെ ജസ്റ്റ് ക്രോസ് ചെയ്താൽ മതി വാലൻസി. Feക്ക് വരുന്നത് +3. Fe +2 Fe2O3 വാലൻസി തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാതെ. FeO, Feയുടെ 3, ഓക്സിജൻ്റെ 2, ഇതായിരുന്നു വാലൻസി. അത് ഇൻ്റർചേഞ്ച് ചെയ്ത ഫോമുല ആക്കിയിട്ട് Fe2O3 തന്നെ. അപ്പം Feയുടെ സ്വന്തം 3, റൈറ്റ്? ആൻഡ് ഓക്സിജൻ്റെ സ്വന്തം 2. ഇനി നെക്സ്റ്റ് നമ്മുടെ റിഡോക്സാ. ഇവർ തമ്മിലുള്ള ചേഞ്ച് കണ്ടുപിടിക്കുക. ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പം ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, പ്രൊഡക്റ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പ്രൊഡക്റ്റിൻ്റെ 3 മൈനസ് റിയാക്ടൻ്റെ 2, ദാറ്റ് ഈസ് 1. റൈറ്റ്? അപ്പോൾ ഒരു ഡിഫറൻസ്, 1 ഈസ് ദ ഡിഫറൻസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇപ്പം റിയാക്ഷൻ തന്നു, ഇതിൽ നിന്ന് അതിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചേഞ്ച് നമ്മൾ നോക്കി. ചേഞ്ച് ഈസ് 1. ഇനി നമ്മുടെ ഒരു കൺസെപ്റ്റ്, നമ്മൾ ഫാരഡേയുടെ ഫസ്റ്റ് ലോൻ്റെ ഫോമുല പഠിക്കും, സെക്കൻഡ് ലോൻ്റെ ഫോമുല പഠിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഈ മൂന്നാമത്തെ കാര്യം കൂടെ, ഇതൊരു ഫോമുലയല്ല, ആപ്ലിക്കേഷനാ. 1 മോൾ എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോൺ ചേഞ്ച്? 1 മോള് 1 ഇലക്ട്രോൺ. ഇവിടെ 1 ഇലക്ട്രോൺ വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഫാരഡേ. റൈറ്റ്? 1 മോള് എത്ര ഇലക്ട്രോൺ? ഇവിടെ 1 ഇലക്ട്രോൺ ആയതുകൊണ്ട് 1 ഇലക്ട്രോൺ ഇട്ടു. ഇനി 2 ആയിരുന്ന 2 ഇലക്ട്രോൺ, 2 ഫാരഡേ. റൈറ്റ്? സോ 1 മോള് 1 ഇലക്ട്രോൺ 1 ഫാരഡേ. റൈറ്റ്? ഇതായിരുന്നു കൺസെപ്റ്റ്. മൂന്നാമത്തെ ഈ ഒരു പാർട്ട് നമ്മൾ ഓർക്കുക. 1 മോൾ അതേമാതിരി ഇരിക്കും, ഇലക്ട്രോൺസ് ചേഞ്ച് ചെയ്യും. എത്ര ഇലക്ട്രോൺ മാറും അതനുസരിച്ച് ഫാരഡേയും അത്രയും തന്നെ ഇട്ട് കൊടുക്കണം. ഇവിടെ ഇപ്പം നമുക്ക് 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് 1 മോള് 1 ഇലക്ട്രോൺ 1 ഫാരഡേ. റൈറ്റ്? ആൻഡ് ദാറ്റ് ഈസ് 1 ഫാരഡേ. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ മറക്കണ്ട. ഹൗ മച്ച് ഇലക്ട്രിസിറ്റി ഇൻ കുളം? കുളംസാ ചോദിച്ചിരിക്കുന്നത്, ഫാരഡേ ആ ചോദിച്ചത്. നമുക്ക് 1 ഇലക്ട്രോൺ അല്ലേ ചേഞ്ച്. 1 ഇലക്ട്രോൺ എത്രയാ? 1 ഫാരഡേ.
ഇനി 1 ഫാരഡേ നമ്മൾ സ്കൂളിൽ ഒബ്വിയസ്ലി കാൽക്കുലേഷൻ്റെ സമയത്ത് 96,500 ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഒത്തിരി ഇങ്ങനെ നമ്പേഴ്സ് വരുമ്പോൾ മറന്നു പോകത്തില്ലേ. പക്ഷെ എക്സാക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട് 96487 കുളം. 96,500 ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ 96,500 ഒന്നും അടുത്ത് വരുന്നില്ല. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ടെക്സ്റ്റിൻ്റെ കറക്റ്റ് വാല്യൂ തന്നെ ഇട്ട് കൊടുക്കുക 96487. റൈറ്റ്. സോ ദാറ്റ് ഈസ് 1 മോൾ 1 ഇലക്ട്രോൺ 1 ഫാരഡേ. ഓക്കെ അല്ലേ? സോ റെഡി അല്ലേ? അപ്പോൾ ആ മൂന്നാമത്തെ ഫാരഡേ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ അല്ല, നമ്മൾ തീരുമാനിച്ച ലോ എന്ന് പറയാം. ഫസ്റ്റ് ലോ പറഞ്ഞു, സെക്കൻഡ് ലോ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരും. പക്ഷേ തേർഡ് ടൈപ്പ് ഈ ഒരു രീതി എഴുതി കൊടുക്കുക. 1 മോള് എത്ര ഇലക്ട്രോൺ, അതിപ്പോൾ എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല, തരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇലക്ട്രോൺ മാറും. ഈക്വൽ ടു എത്ര ഇലക്ട്രോൺ അത്രയും തന്നെ ഫാരഡേ. ഡൺ. സോ ദാറ്റ് വാസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡിലോട്ട് മാറിയേക്കട്ടെ. റൈറ്റ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഗാൽവനിക് സെല്ലിൻ്റെ കാര്യം കുറച്ചുകൂടെ ഒന്ന്. യെസ്. ഇപ്പം ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ വന്ന വഴി മറക്കല്ലേ എന്ന് പറയും. അതേമാതിരിയാ നമ്മുടെ ചില ബേസിക്സ് നമ്മൾ മറക്കല്ലേ. ആ ബേസിക് ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം എപ്പോഴും നമ്മൾ വന്ന വഴി മറക്കല്ലേ എന്ന് കൂട്ടി തന്നെ അവർ ബേസിക്സും ചോദിക്കാറുണ്ട്. റൈറ്റ്. സ്കൂൾ ഡേയ്സിൽ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമ്മൾ പല ഫണ്ണി രീതിയിൽ നമ്മൾ ഓർക്കാറുണ്ട്, ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പം ഇപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയ നൊട്ടേഷൻ അങ്ങ് പറയാം. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, ഇതാ ഇഷ്ടമെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുക. അല്ല, സ്കൂളിൽ ടീച്ചേഴ്സ് പറഞ്ഞു ചെറിയ ചെറിയ പ്രോവേർബ്സ് പേരൊക്കെ ഇല്ലേ, അപ്പം നമുക്ക് അതേ രീതിയിൽ ഒന്ന് തുടങ്ങിയേക്കാം. പിന്നെ നമുക്ക് ആൻസറിലും വരാം. അപ്പം നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് പഠിക്കാൻ ഒരു ചെറിയ ഷോർട്ട് ഫോം പറയാം. PSC എക്സാം നമുക്കറിയാമല്ലോ. PSC എക്സാം അറിയാം, എല്ലാവർക്കും അറിയാം. PSC എക്സാം എഴുതാൻ മാസിൽ ഹൈഡ്രജനും കോപ്പറിനും മെസ്സേജ് ചെയ്തു. അപ്പം അവിടെ നമ്മുടെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഹൈഡ്രജനും കോപ്പറും. അപ്പം ഇങ്ങനെ ഒരു ചെറിയ ടെക്നീക്കിൽ കൂടെ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസാണ് ധരിപ്പിക്കുന്നത്. PSC എക്സാം എഴുതാൻ മാസിൽ ഹൈഡ്രജനും കോപ്പറിനും മെസ്സേജ് അയച്ചു. അപ്പം ഇനിയും ആ മെസ്സേജിൻ്റെ ആൻസറിലോട്ട് നമുക്കൊന്ന് വന്നേക്കാം അല്ലേ. മെസ്സേജ് ചെയ്തു, ഇനി ഒന്ന് ആൻസറിലോട്ടും കൂടെ ഒന്ന് വന്നേക്കാം അല്ലേ. P പൊട്ടാഷ്യം, K സിമ്പിൾസ് വേണ്ടേ, S സോഡിയം, C കാൽഷ്യം, M മഗ്നീഷ്യം, A അലൂമിനിയം, Z സിങ്ക്, I അയൺ, L ലെഡ്, പിന്നെ ഹൈഡ്രജൻ കോപ്പർ ആസ് യൂഷ്വൽ അവിടെ എഴുതിയിട്ടുണ്ട്, ഹൈഡ്രജൻ ആൻഡ് കോപ്പർ, M മെർക്കുറി, S സിൽവർ ആൻഡ് G എന്ന് പറയുന്നത് ഗോൾഡ്. റൈറ്റ്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഷോർട്ട് ഫോമും. റൈറ്റ്. അപ്പോൾ ഉടനെ നമ്മുടെ ആൻസറിലോട്ടും കൂടെ മെസ്സേജ് ചെയ്ത ആൾക്കാർ ആൻസറിലോട്ടും കൂടെ ഒന്ന് വന്നു അല്ലേ. PSC എക്സാം എഴുതാൻ മാസിൽ ഹൈഡ്രജനും കോപ്പറിനും മെസ്സേജ് അയച്ചു. ഇപ്പോൾ P പൊട്ടാഷ്യം, S സോഡിയം, C കാൽഷ്യം, M മഗ്നീഷ്യം, A അലൂമിനിയം, Z സിങ്ക്, അയൺ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ഉറപ്പല്ലേ? ഇനി നമുക്ക് നേരെ മേളത്തെ ആൻസറിലോട്ട് നോക്കിയേക്കാം. റിയാക്ടിവിറ്റി ഓർഡർ ഇൻ വിച്ച് ദേ ഡിസ്പ്ലേസ് ഈച്ച് അതർ. അങ്ങോട്ട് പോകുമ്പോൾ റിയാക്ടിവിറ്റി കുറയുക, മീൻസ് അവരെല്ലാം വീക്ക് ആൾക്കാരാണ്. റിയാക്ടിവിറ്റി ഡിക്രീസസ്. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് റിയാക്ടിവിറ്റി കുറയുന്നുണ്ട്. സോ ആ ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് പോകുമ്പോൾ റിയാക്ടിവിറ്റി കുറയുന്നു. പീരിയോഡിക്കല്ലേ നമ്മൾ ഈ എഴുതിയ സ്റ്റൈല് ലെഫ്റ്റ് ടു റൈറ്റ് പോയപ്പം റിയാക്ടിവിറ്റി കുറഞ്ഞു. ഇപ്പം പൊട്ടാഷ്യത്തിന് ഭയങ്കര സ്ട്രോങ്ങാണ്, എല്ലാവരെയും റീപ്ലേസ് ചെയ്യാം. സോഡിയത്തിനോ ബാക്കി എല്ലാവരെയും ചെയ്യാം, പൊട്ടാഷ്യത്തിനെ ചെയ്യാനൊക്കത്തില്ല. കാൽഷ്യത്തിനോ പൊട്ടാഷ്യം സോഡിയം ചെയ്യാനൊക്കില്ല. അപ്പം ഇതായി റിയാക്ടിവിറ്റി. ഇനി നമ്മുടെ മേളത്തെ എലിമെൻറ്റ്സ് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. അലൂമിനിയം
ഞാൻ താഴെ മാർക്ക് ചെയ്തേക്കാം. അലൂമിനിയം, കോപ്പർ, അയൺ, പിന്നെ മെഗ്നീഷ്യം ആൻഡ് സിങ്ക്. ഇനി ഇതിനെ സ്ട്രെയിറ്റ് അങ്ങ് രീതി പിടിച്ചാൽ മതിയല്ലോ. ആദ്യം കിടക്കുന്ന ആള് മെഗ്നീഷ്യം, പിന്നെ അലൂമിനിയം, പിന്നെ സിങ്ക്, അത് കഴിഞ്ഞ് അയൺ ആൻഡ് ദെൻ കോപ്പർ. അപ്പം നേരെ നമ്മുടെ ഏത് ഓപ്ഷനിലോട്ടാണ് വരുന്നത്? യെസ്, ഇറ്റ് ഈസ് ദ തേർഡ് ഓപ്ഷൻ. മെഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ ആൻഡ് കോപ്പർ. റൈറ്റ്? അപ്പം ഇത്രയൊക്കെ പിടികിട്ടിയല്ലോ. റൈറ്റ്? നെക്സ്റ്റിലോട്ട് വരട്ടെ. അതോ ഒരു ചെറിയ ക്ഷീണം തോന്നിയോ? അപ്പം ചെറിയ ക്ഷീണമൊക്കെ തോന്നുകയാണെ ഒന്ന് ഹോർലിക്സ് ഒക്കെ കുടിക്കുക, ബൂസ്റ്റ് കുടിക്കുക, എനർജൈസ് ആവട്ടെ, റീഫ്രഷ് ആവട്ടെ. റൈറ്റ്? സോ അടുത്തയിലോട്ട് നീങ്ങിയേക്കാം. റൈറ്റ്? ബൂസ്റ്റ് കുടിച്ചൊക്കെ എനർജി കിട്ടിയെങ്കിൽ നമുക്ക് അടുത്തയിലോട്ട്. ലേസ് കഴിച്ചാലാ എനർജി എന്ന് വരുന്നേ. റൈറ്റ്? ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ പഠിച്ചിരിക്കുമ്പോൾ ഒരു ലേസൊക്കെ വായി കറമുറാന്ന്, പക്ഷേ ആസ് എ കെമിസ്ട്രി ടീച്ചർ എനിക്കത് പറയുന്നത് ശരിയാവില്ല. കാരണം അതിൽ പല കെമിക്കൽസൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അല്ലേ. സോ നമുക്കത് പറയാനൊക്കത്തില്ല. പിന്നെ ഒന്നോ രണ്ടോ ദാറ്റ്സ് വെൽ ആൻഡ് ഫൈൻ. ഇപ്പം ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാനും എനർജി കിട്ടാനും ഒരു ലേസൊക്കെ ഓക്കെ. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് നീങ്ങിയേക്കാം. ഇൻ ദ ബട്ടൺ സെൽ, ആ ബട്ടൺ അല്ല, widely used in watches and other device, following reaction takes place. പലർക്കും അറിയാം, കോസ്റ്റ്ലി വാച്ചസ്, നമ്മുടെ മെർക്കുറി സെല്ലിൻ്റെ ഒക്കെ. സോ അങ്ങനത്തെ ഒരു ബട്ടൺ സെല്ലിൻ്റെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. സിങ്ക്, സിൽവർ ഓക്സൈഡ് വാട്ടർ, സിങ്ക് അയൺ, സിൽവർ ആൻഡ് OH. സിമ്പിളായിട്ട് ചോദിച്ച ഒരു കാര്യം, ഡിറ്റർമൈൻ E0. റൈറ്റ്? അപ്പം ഇനിയും വരുന്ന നമുക്ക് ഈസി പോവാം. തുടക്കം എടുക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള, പിന്നെ സിമ്പിൾ ഫാക്ട്സിലോട്ടൊക്കെ പോയേക്കാം. കാരണം തുടക്കം ഫ്രഷ്, പിന്നെ വരുമ്പോൾ ഒരു ചെറിയ ഡൾനെസ് വരുമ്പോൾ ചെറിയ ലീനിയൻ്റ് ആയിട്ട് കൊടുക്കണ്ടേ, അതുകൊണ്ടാണ്. സോ നമ്മുടെ സിങ്ക്, ഇപ്പം ഇവിടെ മെയിൻ ഞാൻ എഴുതുന്ന ഇക്വേഷൻ സിങ്ക് Zn ഗീവ്സ്, ആ റിയാക്ഷനിലോട്ട് നോക്കിയാൽ Zn2+. ആൻഡ് അടുത്ത ആള് സിൽവർ ഓക്സൈഡ്. സിൽവർ ഓക്സൈഡ്, അവിടെ സിൽവർ 2Ag. റൈറ്റ്? 2Ag. ഇതാണ് റിയാക്ഷൻ. അപ്പം നമ്മൾ കണ്ടുപിടിക്കണ്ടേ E0 കിട്ടണം എന്നാ അവർ പറഞ്ഞത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന ഡിറ്റർമൈൻ E0. എല്ലാവർക്കും, കുട്ടികൾ എല്ലാവർക്കും അറിയാം E0 കണ്ടുപിടിക്കണ്ടേ ഫോർമുല എന്താ? E0 ഓഫ് എ സെൽ ഈസ് E0 of less reactive cathode minus E0 of anode. അപ്പോൾ പ്രത്യേകിച്ച് ചിന്തിക്കുക, ലെസ് റിയാക്റ്റീവ് മൈനസ് മോർ റിയാക്റ്റീവ്. നമ്മൾ വാല്യൂ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, നമ്മൾ അതിൻ്റെ SRP വാല്യൂവേ എടുക്കാവൂ. SRP, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓ, ഈ ടീച്ചർ എന്താ വലിയ വാക്ക് പറയുന്നത്. ഞങ്ങൾക്ക് SRP ഇതൊക്കെ എന്താ? ഇപ്പം നമുക്ക് ചെറിയ രീതി ഒന്ന് പറഞ്ഞേക്കാം. ഈ വലിയ ഹൈഫൈ ലാംഗ്വേജിൻ്റെ അത് ചെറിയൊരു രീതി. എന്താ ഈ SRP? ആ തന്നിരിക്കുന്ന വാല്യൂ ഒന്ന് നോക്കിക്കേ. E0 ഓഫ് Zn2+ Zn. നമ്മൾ റിഡോക്സി പഠിച്ചിട്ടുണ്ട്. 2 to 0 എന്ന് പറയുന്ന റിഡക്ഷൻ അല്ലേ? 2 0 എന്ന് പറയുമ്പോൾ റിഡക്ഷൻ അല്ലേ? അതേ തന്നെ ആ വാല്യൂ തന്നിരിക്കുന്നത് റിഡക്ഷൻ്റെ ആണ്, SRPയുടെ വാല്യൂ. അപ്പം റിഡക്ഷൻ 2+ 0 ആ വാല്യൂ അവർ തന്നിരിക്കുന്നത്, അത് SRPയാണ്. ഇനി അടുത്ത നോക്കിയേക്കാം. നമ്മുടെ E0 ഓഫ് സിൽവർ ഓക്സൈഡ്, സിൽവർ, അതും നമ്മുടെ SRP അല്ലേ? +1 0 അല്ലേ പോകുന്നത്. അപ്പം ആ വാല്യൂവും തന്നിരിക്കുന്നത് SRP തന്നെ. അപ്പം അടുത്ത സംശയം നിങ്ങൾക്ക് മനസ്സിൽ വന്നു കാണും. ഇനി സംശയമില്ല, ഞാൻ ഇട്ട് തരാം. SOP ആയിരുന്നല്ലോ, Zn2+ to 0 അല്ല, 0 to 2+ തന്ന ടീച്ചർ എന്നാ ചെയ്യുക? നമ്മൾ SRP എടുക്കണം. 0 to 2+ തരുവാന്നേ നമ്മൾ 2+ 0 ആക്കി കൊടുക്കണം. റൈറ്റ്? അപ്പോൾ അതിനെ ജസ്റ്റ് ചേഞ്ച് ചെയ്താൽ മതി. ഇനി എങ്ങനെ ചേഞ്ച് ചെയ്യുക? 0 to 2+, എനിക്ക് ഇതിൽ നിന്ന് തന്നെ 2+ 0 - 0.76 അല്ലേ? 0 to 2+ ആന്നേ
ഞാൻ ജസ്റ്റ് മൈനസിനെ പ്ലസ് ആക്കും, അത്രയേ ഉള്ളൂ. പ്ലസ് 0.76. അപ്പോൾ പിടികിട്ടിയില്ലേ? SRP SOPന്ന് SRPയിലോട്ട് കൊണ്ടുവരണേ. മൈനസ് ആന്നേ പ്ലസ് ആക്കുക, പ്ലസ് ആന്നേ മൈനസ് ആക്കുക, അത്രയും ചെയ്താൽ മതി. അപ്പം നമ്മുടെ വാല്യൂസ് എപ്പോഴും ഓർത്തോണം. പിഞ്ച് യുവർ ഇയേഴ്സ് ആൻഡ് റിമെമ്പർ ഓൺലി SRP മാത്രമേ എടുക്കാവൂ. അപ്പം എന്തായാലും ഇപ്പം നമുക്ക് രണ്ടും SRP വാല്യൂ ആ. E0 ഈസ് E0 കാത്തോഡ് മൈനസ് E0 ആനോഡ്. നമുക്ക് ആ SRP എടുക്കാം. അതിൻ്റെ ബിഫോർ സിങ്ക് ആദ്യം വരുമോ സിൽവർ ആദ്യം എഴുതുമോ? കാത്തോഡ് ആര് ആനോഡ് ആര്? അതിനും ഒരു ഡിസിഷൻ വേണ്ടേ? അപ്പം നമുക്ക് ആ ഡിസിഷനിലോട്ട് ഒന്ന് പോയേക്കാം. സിങ്ക് 0ന്ന് 2+ ഓക്സിഡേഷൻ ചെയ്യുന്ന ആള്, അതാ മെടുക്ക ആള്, അതാന്നു നമ്മുടെ ആനോഡ്. മോർ റിയാക്റ്റീവ് ഓക്സിഡേഷൻ ചെയ്യുന്ന ആള്. ഇത് വന്നിട്ട് +1ന്ന് 0 റിഡക്ഷൻ ആയി, റെഡ്യൂസ്ഡ് ആയിപ്പോയി. അപ്പം അങ്ങനെയാന്നേ സിൽവർ അവിടെ എന്ത് ചെയ്യുന്നു? റിഡക്ഷൻ. സിങ്ക് ഓക്സിഡേഷൻ ചെയ്യുന്നു, സിൽവർ റിഡക്ഷൻ. അപ്പം ഇപ്പം കണ്ടുപിടിച്ചല്ലോ ആരാ ആനോഡ്, ആരാ കാത്തോഡ്. ഓക്സിഡേഷൻ ചെയ്യുന്ന ആൾ ആനോഡ്, റിഡക്ഷൻ ചെയ്യുന്ന ആള് കാത്തോഡ്. ഇനി ആ വാല്യൂസ് ഒന്ന് എടുത്തിട്ടാൽ മതി. കാത്തോഡിൻ്റെ സിൽവർ അല്ലേ, അപ്പോൾ സിൽവർ കാത്തോഡിൻ്റെ 0.344 മൈനസ്, ഈ മൈനസ് ഒഫീഷ്യലി അവിടെ ഉള്ള ആനോഡിൻ്റെ വാല്യൂ -0.76. അപ്പം ബാക്കി നമ്മുടെ കാൽക്കുലേഷൻ 0.344 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 0.76. ഇനി പ്ലസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് തെറ്റിക്കല്ലേ. 0.344 ആ ഡെസിമലിൻ്റെ താഴെ തന്നെ ഡെസിമലൊക്കെ വന്നോട്ടെ. 0.76. അപ്പം അവസാനത്തെ 4 ഇത് വരുമ്പോൾ തന്നെ ആൻസർ പിടി കിട്ടി കാണുമല്ലോ ഏതാന്ന്. ദാറ്റ് വിൽ ബി 1.104 വോൾട്ട് ആൻഡ് ദാറ്റ്സ് അവർ ഓപ്ഷൻ എ. സോ പിടികിട്ടിയല്ലോ. ഹൗ ടു ഡിറ്റർമൈൻ E0. ഒരെണ്ണെങ്കിലും E0യുടെ ക്വസ്റ്റ്യൻ വരണ്ടേ? വരും. നമുക്കപ്പോൾ അടുത്തയിലോട്ടൊന്ന് പോയേക്കാം. റൈറ്റ്. അപ്പം അടുത്തയിലോട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട്. ഇപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യിക്കുന്നത് നിങ്ങളെ ബോറടിപ്പിക്കാനല്ല. നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് എന്താ? പ്രോബ്ലം. ആൻഡ് മിക്കവാറും അവിടെ നിന്ന് വരുന്ന എന്താ? പ്രോബ്ലം. അപ്പോൾ പിന്നെ ചെയ്യിപ്പിക്കുന്ന എന്തായിരിക്കണം? അതും ഒരു പ്രോബ്ലമാണ്. ഈ 3 പ്രോബ്ലംസ് കൂടെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ആ പ്രോബ്ലമിനെ അങ്ങ് മാറ്റിയേക്കാം. നമുക്ക് വരുന്ന പ്രോബ്ലംസ് എല്ലാം അങ്ങ് മാറ്റിയേക്കാം. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ്. റൈറ്റ് ദ സെൽ ഫോർമുലേഷൻ, calculate the standard cell potential of galvanic cell in which the following reaction takes place. അപ്പം നമ്മൾ ഇവിടെ ആര് ഓക്സിഡേഷൻ, ആര് റിഡക്ഷൻ, അതൊക്കെ കണ്ടുപിടിക്കാം. സെൽ ഫോർമുലേഷൻ Fe2+ Fe3+, ഒന്നും നോക്കാനില്ല. കൂടി ഓക്സിഡേഷൻ. അപ്പം ഇതല്ലേ ഓക്സിഡേഷൻ ആൻഡ് ദാറ്റ് ഈസ് ആനോഡ്. തൊട്ടപ്പുറത്ത് സിൽവർ +1ന്ന് 0 അതാന്നു റിഡക്ഷൻ. ആൻഡ് റിഡക്ഷൻ ചെയ്യുന്ന ആൾ ദാറ്റ് വിൽ ബി കാത്തോഡ്, ലെസ് റിയാക്റ്റീവ്. ഓക്കെ. അപ്പം ലെസ് റിയാക്റ്റീവ് എന്ന് പറയുമ്പോൾ പുച്ഛമൊന്നും തോന്നണ്ട. കാരണം ഒരാൾ ലെസ് റിയാക്റ്റീവ് ആകുമ്പോഴല്ലേ അടുത്ത ആൾക്ക് മോർ റിയാക്റ്റീവ് ആവാനൊക്കെ ഉള്ളൂ. നമ്മുടെ ലൈഫിലും അങ്ങനെയല്ലേ. നമ്മൾ വലിയ ആവണമെങ്കിൽ ആരെങ്കിലും നമ്മളെക്കാട്ടും ഒന്ന് ബോട്ടമിൽ നിന്നാലല്ലേ നമുക്ക് വലിയ. സോ അവരുള്ളതുകൊണ്ട് നമ്മളുള്ളതുകൊണ്ട് അവരും. അടുത്ത കാൽക്കുലേറ്റ് ഡെൽറ്റ G0 ഫോർ ദി എബോവ് റിയാക്ഷൻ. നമ്മുടെ ഫസ്റ്റ് ഇതിൽ നിന്ന് ഡെൽറ്റ G0ൻ്റെ ഫോർമുല അറിയാമല്ലോ. ഇതിപ്പോൾ വളരെ സിമ്പിളായി. E0 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഫോർമുല അറിയാമല്ലോ. ഡെൽറ്റ G0 ഓഫ് എ റിയാക്ഷൻ ഈസ്, യെസ് പറഞ്ഞോളൂ, -NF E0 ഓഫ് എ സെൽ. അവർ കംപ്ലീറ്റ് സെൽ റിയാക്ഷൻ തന്നിട്ടുമുണ്ട്. അപ്പം നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വെരി ബുദ്ധിമുട്ടില്ലല്ലോ. അതിൽ നോക്കിയാൽ മതി. 2ന്ന് 3 ആവണം, 1ന്ന് 0. എത്ര ഇലക്ട്രോണാണ്? 1 ഇലക്ട്രോണിൻ്റെ വ്യത്യാസം. 2ന്ന് 3,
2 to 3 ഒരെണ്ണത്തിൻ്റെ വ്യത്യാസം, 1 0 ഒരെണ്ണത്തിൻ്റെ വ്യത്യാസം. അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺ 1 അല്ലേ. ഇനിയും ഫാരഡേ താഴെ കൊടുത്ത വാല്യൂ കണ്ടോ, അവർ തന്നെങ്കിൽ ആ വാല്യൂ അങ്ങ് ഇട്ടോളൂ, 96,500. അപ്പോളാ പിന്നെ നിന്ന് പോയേ, അയ്യോ E0 സെല്ല് തന്നിട്ടില്ലല്ലോ. അപ്പം E0 കണ്ടുപിടിക്കാം നമുക്ക്. എങ്ങനെയാവോ E0 കണ്ടുപിടിക്കുക? ഇപ്പം നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അപ്പോൾ ഫസ്റ്റ് വണ്ണും തേർഡ് കോമ്പിനേഷൻ E0 ഓഫ് കാത്തോഡ് മൈനസ് E0 ഓഫ് ആനോഡ്. കണ്ടോ, ആ ചിരിയും കൊണ്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, ടീച്ചർ പറഞ്ഞു തരണ്ട, ഞങ്ങൾക്കറിയാം ആര് കാത്തോഡ് ആര് ആനോഡ്. കാത്തോഡ് ലെസ് റിയാക്റ്റീവ്, ആനോഡ് മോർ റിയാക്റ്റീവ്, ഞങ്ങളുടെ കൂട്ട്. റൈറ്റ്. അപ്പം ഇതിലും കാത്തോഡ് എന്ന് പറയുന്നത് സിൽവർ, ലെസ് റിയാക്റ്റീവ്. റൈറ്റ്. ആൻഡ് ദാറ്റ് ഈസ്, അതിൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. അയൺ, ആനോഡ്, ആ വാല്യൂവും തന്നിട്ടുണ്ട്. രണ്ട് വാല്യൂ നേരിട്ട് എഴുതുന്ന ആദ്യം അത് തന്നെ നിങ്ങളുടെ മുഖത്ത് വന്ന അതേ എക്സ്പ്രഷൻ തന്നെ. എന്താ, ഇത് SRP ആണോ അല്ലയോ ആദ്യം നോക്കിക്കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. യെസ്, നോക്കാം. +1 0 റിഡക്ഷനാ, 3 2 റിഡക്ഷൻ. അപ്പോൾ ഉറപ്പായി SRP നേരെ എടുത്ത് വാല്യൂ അങ്ങോട്ട് ഇട്ടു. കാത്തോഡ് 0.80, ആനോഡ് 0.77, and that turns out to be 0.03 വോൾട്ട് അല്ലേ. നേരെ നമ്മുടെ ആ E0 എടുത്ത് ഇങ്ങോട്ടിട്ടു, 0.03. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ. 965 00 ഒന്ന് മൾട്ടിപ്ലൈ പിന്നെ ചെയ്താൽ മതി, ഈസിയാക്കി. 965 into 3, 15, 19, 28. ഇനി ഉള്ള മുട്ടകളെല്ലാം ചേർത്തോ. മുട്ടയെ അങ്ങനെ സില്ലി ആയിട്ട് മാറ്റണ്ടല്ലോ, മുട്ട ഭയങ്കര കോസ്റ്റ്ലി ആയി മാറിയിരിക്കുക. ഓക്കെ, സോ മാർഗിന് മുട്ട വേണ്ട. ഇപ്പം 2 ഡെസിമൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് 2895. പക്ഷേ ഇത് ജൂൾസിലാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒഫീഷ്യൽ വരുന്നത് ജൂൾ മോൾ ഇൻവേഴ്സാണ്, ജൂൾസ് പെർ മോളാണ്. ഇനി ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ ഡെസിഷനാണ്. നമുക്ക് ജൂള് ആൻസർ വെക്കാം, വേണേ കിലോ ജൂളിൽ മാറ്റാം. കുറച്ചുകൂടി പറയില്ലേ, നമ്മൾ കറക്റ്റ് രീതി അങ്ങനെയാണ് കിലോ ജൂളിലോട്ട്, ജൂളിനെ കിലോ ജൂളിലോട്ടാക്കാൻ ഇൻറ്റു 10⁻³ അല്ലെ 3 ഡെസിമൽ, ദാറ്റ് ഈസ് 2.895. അവിടെ മാർക്ക് ക്യാൻസൽ ചെയ്യത്തില്ല, അങ്ങനെ നമ്മൾ ജൂൾ മോൾ ഇൻവേഴ്സിൽ ഇട്ടിട്ടുണ്ടല്ലോ. പക്ഷേ എപ്പോഴും ചിന്തിക്കുക, നമ്മളൊരു നല്ല ആൻസർ ഷീറ്റ് വരുമ്പോഴത്തേക്ക് ടീച്ചേഴ്സ് ഒബ്വിയസ്ലി ചിന്തിക്കുന്നത് അവർ ഫുള്ള് രീതിയിൽ ആപ്റ്റ് ആവണം. അപ്പം അവർ ചിന്തിക്കുന്ന എഴുതി ജൂൾ എഴുതി കിലോ ജൂളും കൂടെ എഴുതാം. അവിടെയാണ് നമ്മൾ 34.5 35 കിട്ടുന്ന ആൾക്ക് ഇവർക്ക് 35 കൊടുക്കണോ, അറ്റ ആൾക്ക് 34 കൊടുക്കണം. അപ്പം നമ്മൾ വെൽ അഡാപ്റ്റഡ് ആണെങ്കിൽ 35 തരും, ഒരാൾക്ക് പോലും ഒരു സംശയമില്ല. ടീച്ചർ ഹാസ് ടു ഗീവ് ഫുൾ മാർക്സ്. അപ്പം നെക്സ്റ്റ് ലോട്ട് വന്നേക്കട്ടെ. ഇപ്പം പ്രോബ്ലമൊക്കെ ചെയ്ത് മടുത്തോണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട, കുറേ ആദ്യത്തെ 4-5 പിള്ളേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി പ്രോബ്ലം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പ്രോബ്ലംസ് ചെയ്ത് പ്രോബ്ലമിനെ മാറ്റുക, അതാ ആക്ച്വൽ കൺസെപ്റ്റ്. പ്രോബ്ലം ചെയ്ത് പ്രോബ്ലമിൻ്റെ ഭയം മാറ്റുക, പ്രോബ്ലംസിൻ്റെ ഡിഫിക്കൽട്ടി മാറ്റുക. അപ്പം നെക്സ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്വസ്റ്റ്യനും പിന്നെ എപ്പോഴും വരാറുള്ളതും, വാട്ട് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഡാനിയൽ സെൽ? ദ വെരി ഫസ്റ്റ് റെപ്രസെൻറ്റേഷൻ മാത്രം മതി, 1 മാർക്കിൻ്റെയാ. റെപ്രസെൻറ്റേഷൻ മാത്രം മതി. ഇപ്പം റെപ്രസെൻറ്റേഷൻ എങ്ങനെ ചെയ്യുക? സിങ്ക് Zn2+. ഇപ്പം ചിന്തിക്കുകയായിരിക്കും ടീച്ചർ ഭയങ്കര ഫുൾ ഫ്ലെഡ്ജിലാണല്ലോ എഴുതുന്നത്, കാരണം ഇത്രയേ ഉള്ളല്ലോ ആൻസർ. സോൾട്ട് ബ്രിഡ്ജ്, കോപ്പർ അയൺ ആൻഡ് കോപ്പർ. ഇപ്പം ഇവിടെ കുട്ടികളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം 1 മാർക്കിൻ്റെയാണ്. പിന്നെ നമ്മളാവുന്നത്രയും നമ്മളുടെ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ രീതി കൊടുക്കണം. ഇത്രയും മാത്രം എഴുതിയാൽ അത് ഫുള്ള് കറക്റ്റ് അല്ല കേട്ടോ.
സിങ്ക് ഏത് സ്റ്റേറ്റിലാന്ന് മെൻഷൻ ചെയ്യണ്ടേ? സോളിഡ്. കാരണം അവർക്ക് അവിടെ ചാൻസ് ഉണ്ട് മാർക്ക് കട്ട് ചെയ്യാൻ. സിങ്ക് അയൺ വരുന്നത് അക്വസ്, കോപ്പർ അയൺ വരുന്നത് അക്വസ്, ആൻഡ് കോപ്പർ വരുന്നത് സോളിഡ്. അപ്പം ഈ ഒരു കാര്യം ചിന്തിക്കുക. ഇത് എഴുതുമ്പോൾ നല്ല ഫുള്ളായിട്ട് ഇരുന്നോട്ടെ. കാരണം പിന്നെയും ഞാൻ പറഞ്ഞില്ല, 34, 35 കിട്ടുന്ന സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് അതൊരു കോമ്പറ്റീഷനായി മാറും. ഇപ്പം നല്ല കറക്റ്റ് ഫുൾ വന്നേ, ആ ഫുൾ മാർക്ക് നമുക്ക്. ഒബ്വിയസ്ലി അറിയാം, ദിസ് ഈസ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ്, ദാറ്റ് ഈസ് ആനോഡ്, ആൻഡ് ദിസ് ഈസ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ്, ദാറ്റ് ഈസ് കാത്തോഡ്. ഓക്കെ, അപ്പം അവിടുന്ന് ചിലരുടെ എങ്കിലും മനസ്സിൽ സംശയം, ഇനി ഇതും കൂടെ എഴുതണോ? ഇതെഴുതിയാൽ കുറച്ചുകൂടെ ഭംഗി കൂടല, എഴുതിയാ നല്ലത്. ഇനി ഇതിലെ മാർഗൊന്നും കട്ട് ചെയ്യില്ല, പക്ഷേ കുറച്ചുകൂടെ നമ്മൾ ഫുൾ ഫ്ലെഡ്ജ് ഇലക്ട്രോ കെമിസ്ട്രി ഇങ്ങനെ ഫുൾ പഠിച്ച് കംപ്ലീറ്റ് അപ് ടു ദ ബ്രിം ഒഴുകി വയ്ക്കുക, അത് ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ആയിരുന്നു ഇത് തന്നത്. ഇപ്പം എപ്പോഴും അങ്ങനെ വേണ്ടേ? നമ്മൾ ആ ടോപ്പിക്കിനെ അറ്റം വരെ പഠിച്ചു കഴിഞ്ഞു. ഇപ്പം ബോറടി മാറിയില്ലേ? പ്രോബ്ലം മാത്രമല്ല ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പം അടുത്തയിലോട്ട് നീങ്ങിയേക്കാം. ഓക്കെ, അപ്പം പിന്നെ അപ്സെറ്റ് ആവണ്ട. പിന്നെയും ക്വസ്റ്റ്യൻ ആവുന്നോ? അല്ല, ചെറിയ പക്ഷേ ഒരു ടൈപ്പ് ഇതിൻ്റെ ചെയ്തതാണ്. പിന്നെ ഒരു റെഡോക്സ് ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടും കൂടിയാന്നേ. ഈ വന്ന നീറ്റ് എക്സാമിനൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫുള്ളൊരു മാച്ച് ദ ഫോളോയിങ് എടുത്തിട്ടു. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ടീച്ചേഴ്സ് ചിന്തിക്കും, നമ്മുടെ കുട്ടികൾ നീറ്റിനൊക്കെ അഡാപ്റ്റഡ് ആവണ്ടേ, അപ്പം ഞങ്ങളും ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് കൊടുത്താലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ടീച്ചർ എടുത്തു വന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് ചെയ്തേക്കാം. Cr2O7 2- ബാക്കിയെല്ലാം എഴുതണ്ട. Cr3+. ഇതിൻ്റെ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അങ്ങ് കണ്ടുപിടിക്കാം. 2x മൈനസ് ഓക്സിജൻ്റെ -2 ആണ്. ഇപ്പോൾ -2 × 7 ദാറ്റ് ഈസ് -14 ഈക്വൽ -2. റിഡോക്സ് ചെയ്തിട്ടില്ലേ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? വളരെ ഇഷ്ടമായിരുന്നു കുഞ്ഞു കാര്യം ചെയ്യാൻ. 2x ഈക്വൽ -2 + 40. 2x is equal to 12. x ഈക്വൽ 6. അപ്പം അവിടെ ചിലരുടെയൊക്കെ ഫേസിലുണ്ട്, ടീച്ചർ ചെയ്യുന്നേക്കാട്ടും ആദ്യം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ഞാനിത് ഫുള്ളിങ്ങനെ പറഞ്ഞു പോവുമായിരുന്നു കേട്ടോ. 6. ഇനി നമുക്ക് ആ ചേഞ്ച് ഒന്ന് നോക്കിയേക്കാം. 6-ന്ന് 3 വരുന്ന ചേഞ്ച്. സോ ലെറ്റ്സ് ഫൈൻഡ് ദ ചേഞ്ച്. ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 3 - 6 -3. അപ്പോൾ എടുത്ത് ചാടി -3ന്ന് മൈനസ് റിഡക്ഷൻ കാണിക്കുക. മൈനസിനൊരു വിലയില്ല അവിടെ, മൈനസ് റിഡക്ഷൻ എന്ന് മാത്രമേ കാണിക്കുള്ളൂ. അപ്പം എടുത്ത് ചാടി 3 ആ ആൻസർ എന്ന് വരല്ലേ. ക്രോമിയം എത്ര ആറ്റം ഉണ്ട്? 2. ഇത് ഒരു ആറ്റത്തിൻ്റെ അല്ലേ. അപ്പം 2 ആറ്റം വരുമ്പോൾ 3 × 2 ദാറ്റ് ഈസ് 6. അപ്പം 2 ആറ്റം ക്രോമിയം ഉള്ളതുകൊണ്ട്, ഈ 2 ഉള്ളതുകൊണ്ടാണ് ഈ 2 നമ്മൾ എടുത്തത്. ഒരെണ്ണത്തിൻ്റെ 3, 2 എണ്ണം വരുമ്പോൾ 3 × 2 = 6. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി ആയില്ലേ? കാരണം നമുക്കറിയാം ഇനിയല്ല ആൻസർ. വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി നീഡഡ് ടു റെഡ്യൂസ് 1 mole? അത് തന്നെ നമ്മുടെ ആദ്യത്തെ കൺസെപ്റ്റ്. 1 mole എന്ന് പറയുന്നത് 6 ഇലക്ട്രോൺ. 6 ഇലക്ട്രോൺ എന്ന് പറയുന്നത് 6 ഫാരഡേ. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നല്ലതായി അല്ലേ? നമ്മളെപ്പോഴും 1 mole 1 ഇലക്ട്രോൺ 1 ഫാരഡേ അല്ല, 1 mole എത്ര ചേഞ്ച്, അപ്പോഴേ ഞാൻ പറഞ്ഞു എത്ര ഇലക്ട്രോൺ ചേഞ്ച് ക്വസ്റ്റ്യന് ഈസ് ഈക്വൽ ടു ഹൗ മച്ച് ഫാരഡേ. ഇപ്പോൾ പറഞ്ഞല്ലോ അതിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മുടെ ടീച്ചേഴ്സിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നും. ഇപ്പം നമ്മുടെ മാർക്ക് കളയല്ലേ ഈ രീതി. ഇപ്പം അടുത്തയിലോട്ട് നീങ്ങിയേക്കാം. ശരി, ചെറിയ ബോറടിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഒന്ന് പറഞ്ഞേക്കാം. ഇപ്പം ഞാൻ ഈ റെക്കോർഡിംഗ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഒന്ന് തൊണ്ടയൊക്കെ ഞങ്ങൾക്കും കേൾക്കാം ഒച്ച ഒട്ടും ശരിയല്ലാത്ത. പക്ഷെ എൻ്റെ ഒച്ചയൊക്കെ ഭയങ്കര സ്വീറ്റായിരുന്നേ, നല്ല സ്വീറ്റായിരുന്നു. പക്ഷേ ഒരു ചെറിയ കോൾഡ് ജലദോഷമൊക്കെ പിടിച്ചുപോയി. ഇപ്പോൾ റെക്കോർഡിങ്ങിന് വരണം, അതിന് ഞാൻ ഡോക്ടറിനെ അപ്രോച്ച് ചെയ്തു. ഡോക്ടറിനോട് പറഞ്ഞ രീതി ഇങ്ങനെയാണ്. കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്തായാലും അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞപ്പം
ചെന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഡോക്ടർ ചെവി അടച്ചിരിക്കുക, തൊണ്ട അടച്ചിരിക്കുക, മൂക്കടച്ചിരിക്കുക, തലയിൽ ഒന്നും കയറുന്നില്ല, അടച്ചിരിക്കുക, കണ്ണടച്ചു പോകുന്നു. നിങ്ങൾക്കറിയോ ഡോക്ടർ ഉത്തരം പറഞ്ഞത് എന്തുവാ എന്നോട്? ഇനിയും കുറച്ചു നേരം ആ വാ ഒന്ന് അടച്ചു പിടിക്കാവോ, എന്നാ ഞാൻ റെമഡി തുടങ്ങാമായിരുന്നു. അങ്ങനെയാന്നേലല്ലേ ഞാൻ എന്തേലും പറയാൻ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് കൂടെ ഒരു ചാൻസ് തന്നെ. പോട്ടെ, എന്തായാലും ആ ഡോക്ടറിൻ്റെ ആ മെഡിസിനും കൊണ്ട് തൊണ്ട കുറച്ചൊക്കെ ക്ലിയർ ആയി. അതാ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തയിലോട്ട് പോയേക്കാം. ഇപ്പോൾ ഈ ടീച്ചർ ഒത്തിരി വജോടിക്കുന്നതെന്നൊന്ന് ഒക്കെ ചിന്തയുക. അല്ല, ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയണ്ടേ. നെക്സ്റ്റ് പിന്നെയും ക്വസ്റ്റ്യൻ വന്നു. ന്യൂമറിക്കൽ പ്രോബ്ലം മാറി. എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോൺ. നമ്മുടെ കുട്ടികൾ എപ്പോഴും വിചാരിക്കുന്ന ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരുമ്പോൾ നിറച്ചങ്ങ് എഴുതുക. ഉള്ള കഥകളും ഉള്ള സ്റ്റോറിയും നമുക്ക് ഇഷ്ടമുള്ള പിക്ചറിൻ്റെ മൂവിയുടെ സ്റ്റോറി എല്ലാം കൂടെ അതൊന്നും മാർക്ക് തരത്തില്ല. വായിച്ചു നോക്കുന്ന ആൾക്കാർ ചില പോയിന്റ്സ് നോക്കിയാൽ മാർക്ക് ഇടുന്നത്. അപ്പം ആ പോയിന്റ്സ് വേണ്ടേ? എന്താ ഒന്ന് ഫസ്റ്റ് തിങ് നമ്മുടെ ഡയഗ്രാം. അപ്പം ആ ഡയഗ്രാം കറക്റ്റായിട്ട് ഇതാണ് നമ്മുടെ ആ പ്ലാറ്റിനം ഷീറ്റ്. ദ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോൺ. ഡയഗ്രത്തിൻ്റെ ഭംഗി പിന്നെയും പറയുന്നു, ഡയഗ്രത്തിൻ്റെ ഭംഗിയൊന്നുമല്ല നമുക്ക് ഇമ്പോർട്ടൻസ്. ശരി, ഇത് ഹൈഡ്രജൻ ഇലക്ട്രോൺ മറ്റേ നീക്കിക്കോ, കുഴപ്പമില്ല. ഹൈഡ്രജൻ ഗ്യാസ് 1 atmosphere. എന്തൊക്കെയാ എഴുതണ്ടേ? ഡയഗ്രാം, പിന്നെ എന്തൊക്കെയാ എഴുതുക? ഹൈഡ്രജൻ ഗ്യാസ് 1 atmospheric pressure. പിന്നെ നമ്മുടെ ഈ പ്ലാറ്റിനൈസ്ഡ് ഷീറ്റ് പ്യൂർ പ്ലാറ്റിനം ബ്ലാക്ക് ആയിരിക്കണം. ഇതിനകത്ത് എടുക്കുന്നത് സൊല്യൂഷൻ 1 molar HCl ആയിരിക്കണം. 1 molar H+ ion HCl 1 molar. ടെമ്പറേച്ചർ സ്റ്റാൻഡേർഡ് 298 Kelvin or 25 degree Celsius. ഈ 4 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം E0 of She is standard hydrogen electrode is equal to 0. അപ്പം ഈ കണ്ടീഷൻസ് ആയിരിക്കുമല്ലോ ടീച്ചേഴ്സ് നോക്കുന്നത്. ഹൈഡ്രജൻ ഗ്യാസ് 1 atmosphere പ്യുവർ പ്ലാറ്റിനം ബ്ലാക്ക് 1 molar HCl ടെമ്പറേച്ചർ അങ്ങനെ വന്ന അപ്പം 5 കണ്ടീഷൻ. ഇനി വർക്കിംഗ് ഓഫ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പം അവിടെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് റെപ്രസെൻറ്റേഷൻ. ഈ വർക്കിംഗ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, റെപ്രസെൻറ്റേഷൻ. അപ്പം പകുതി ഇതിൻ്റെ പ്ലാറ്റിനം, ഹൈഡ്രജൻ H+. അപ്പം ചോദിക്കും ഇത് ടീച്ചർ കാത്തോഡോ ആനോഡ് എങ്ങനെയായിട്ട് യൂസ് ചെയ്യാം? അപ്പം അടുത്ത അത് എഴുതാം. ക്യാൻ ബി യൂസ്ഡ് ബോത്ത് അസ് കാത്തോഡ് ആൻഡ് ആനോഡ്. പിന്നെ കൂടുതൽ കാത്തോഡാ, കാരണം അത്ര റിയാക്റ്റീവ് അല്ലല്ലോ. പക്ഷെ രണ്ടിനും യൂസ് ചെയ്യാം ഡിപ്പെൻഡിങ് അപ്പോൺ. ഹൈഡ്രജനെക്കാട്ടും താഴത്തെ എലിമെൻറ്റ്സ് ആണെങ്കിൽ റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജൻ ആനോഡ് ആവാം. ഹൈഡ്രജൻ്റെ മേളിലുള്ള ആൾക്കാർക്ക് ബഹുമാനം കൊടുക്കണ്ടേ, അതുകൊണ്ട് ഹൈഡ്രജൻ സ്വന്തം കാത്തോഡായി മാറുന്നത്. അപ്പം മേളിൽ കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കൂടുതൽ നമ്മൾ കാത്തോഡായിട്ടാണ് യൂസ് ചെയ്യുക. അപ്പം ഇത് ഞാൻ ആനോഡിക് റെപ്രസെൻറ്റേഷൻ പറഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. കാത്തോഡിക് വരുന്നത്, കാത്തോഡിക്കിൻ്റെ റെപ്രസെൻറ്റേഷൻ H+, H2 ആൻഡ് പ്ലാറ്റിനം. ഒന്ന് റിയാക്ഷൻ കൂടെ എഴുതിയാൽ പറയത്തില്ലേ നമ്മൾ, പൂ തന്നു, നല്ല പൂ, വിടുന്ന പൂ, മണമുള്ള പൂ, റോസപ്പൂ, ഒരു ഫുള്ള് ബുക്കെ, സന്തോഷം. അതേമാതിരി കുറച്ചുകൂടെ സന്തോഷമാവും നമ്മൾ ആ റിയാക്ഷൻ കൂടെ ഒന്ന് എഴുതിയ H+ ഗിവ്സ് ½ H2. അപ്പം നമ്മൾ ആ ടീച്ചേഴ്സിനെയൊക്കെ അങ്ങ് സന്തോഷിപ്പിച്ച് വിടുക.
കംപ്ലീറ്റ് സെറ്റ് എഴുതി. ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ ചെയ്തു, നമ്മളുടെ 5 പോയിന്റ്സ് പറഞ്ഞു ആൻഡ് ഹൗ ടു റെപ്രസെൻറ്റ്. ഇപ്പം എപ്പോഴും ഒരു ആൻസർ എഴുതുമ്പോൾ അതിൻ്റെതായ ഫുള്ള് ഡെഡിക്കേഷൻ കൊടുക്കുക. മീൻസ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ട, അതിന് വേണ്ട കാര്യങ്ങൾ ഒന്ന് എഴുതുക. അപ്പോൾ എന്തായാലും ഡോക്ടർ മെഡിസിൻ തന്ന് എൻ്റെ തൊണ്ടയൊക്കെ കുറച്ചൊക്കെ ക്ലാരിറ്റി ആയി വരുക. അപ്പോൾ ഉറപ്പായിട്ട് ഈ ക്ലാരിറ്റി കുറച്ചുകൂടെ പിള്ളേർ ചിന്തിക്കുന്ന രീതി നമ്മളോട് ചോദിക്കുമ്പോൾ, മിസ് എങ്ങനെയാ, തൊണ്ടവേദനയാണോ പനിയാണോ, മനസ്സിൽ പറയാ മിസ് നാളെ അവധി ആയിരിക്കുമോ, മിസ് ഓഫായിരിക്കുമോ, ഞങ്ങൾക്കൊരു PT പീരീഡ് കിട്ടുമോ, ആ സന്തോഷത്തിലാണ് ചോദിക്കുന്നത്. എന്നാലും മനസ്സിലാവുന്നുണ്ട്, എന്നാലും നമ്മുടെ മനസ്സിൽ മുഖത്ത് ഭയങ്കര സെൻറ്റിമെൻസോ, മിസ് മുഖം ആകെ മാറിയിരിക്കുന്നു, തൊണ്ട വേദനയിരിക്കുന്നു, മിസ് വേഗം ഡോക്ടർ ക്യൂർ ആവണം, നാളെ മിസ്സിൻ്റെ ക്ലാസ്സൊക്കെ ഉള്ളതാ, കേൾക്കണ്ടേ അല്ലേ. നമ്മുടെ പിള്ളേരുടെ ഓരോരോ രീതികളാണ് കേട്ടോ. എന്തായാലും ഇപ്പോൾ ഓർത്തിരിക്കുക, മുമ്പിരിക്കുന്ന ടീച്ചേഴ്സിന് ഈ വേലകളെല്ലാം അറിയാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. അപ്പോൾ അടുത്ത പിന്നെ ഒരു ഫാരഡേസിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് വരിക. എ കറണ്ട് ഓഫ് 0.5 ആംപിയർ ഐ പറഞ്ഞില്ലേ ഇക്വേഷൻ ഫാരഡേയുടെ. വെൻ പാസ് ത്രൂ സിൽവർ നൈട്രേറ്റ് ഫോർ 193 seconds ടൈം, അതിൻ്റെ മണ്ടയ്ക്ക് തന്നെ എഴുതി. ഡിപ്പോസിറ്റ് ദിസ് മച്ച് ഗ്രാം മാസ് സിൽവർ, ഈക്വലന്റ് വെയ്റ്റ് ഓഫ് സിൽവർ എന്താ? നമുക്കങ്ങ് ഫോർമുല പറഞ്ഞു പോവാം. എവിടെ ഫോർമുല നമുക്ക് നിർത്തണം എന്നും കൂടെ നോക്കിയേക്കാം. അപ്പോൾ W ഈസ് ഈക്വൽ ടു weight of substance deposited at an electrode is equal to ZIT. ഇക്വേഷൻ അറിയാലോ, ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ്. W എന്ന് പറയുന്നത് weight of substance deposited at an electrode. Z എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഈക്വിവാലന്റ് കോൺസ്റ്റന്റ്. I എന്ന് പറയുന്നത് കറണ്ട് ഇൻ ആംപിയേഴ്സ്. ആൻഡ് T എന്ന് പറയുന്നത് ടൈം ടേക്കൻ ഇൻ സെക്കൻഡ്. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന സെക്കൻഡിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സെക്കൻഡ്. പക്ഷെ ഇതുകൊണ്ട് കാര്യമല്ല, ഇക്വലന്റ് വെയിറ്റ് വന്നില്ലല്ലോ. അപ്പം നമുക്കൊന്ന് പൊട്ടിച്ചേക്കാം ഫോർമുല. അല്ല, ഫോർമുല പൊട്ടിക്കാന്ന് പറഞ്ഞാൽ ഒരു അടി കൊടുക്കുക എന്നല്ല ഉദ്ദേശിച്ച്, ബ്രേക്ക് ചെയ്യുക. Z ഈക്വലന്റ് മാസ് ബൈ ഫാരഡേ. സംവേർ നമ്മുടെ ആൻസറൊക്കെ കയറി വരുന്നുണ്ട് അല്ലേ. ഈക്വലന്റ് മാസ് കണ്ടുപിടിക്കേണ്ട ടേം വന്നു. ഈക്വലന്റ് വെയിറ്റ്, ഈക്വലന്റ് മാസ് വെയിറ്റ്, ചെറിയ ഫിസിക്സുകാർ പറയുന്ന ഡിഫറൻസ്. ഈക്വലന്റ് മാസ് ഇപ്പം വന്നല്ലോ. അങ്ങനെയാണ് നേരെ ഇനി ഉള്ള എല്ലാം കൊടുത്തേരെ. വെയിറ്റ് 0.108, ഈക്വലന്റ് മാസ് ഫാരഡേ 96,500, കറണ്ട് 0.5 ആംപിയർ, ടൈം 193 സെക്കൻഡ്. അപ്പം നമ്മുടെ ഈക്വലന്റ് മാസ് റെഡി ആയില്ലേ? എല്ലാ ക്വാണ്ടിറ്റീസും. ഏതെങ്കിലും ഒരു ടേം മാത്രമേ അൺനോൺ ആവാവൂ, എന്നാൽ മാത്രമേ ആ ഫോർമുല ഉപയോഗിക്കാവൂ. സോ 0.108 96,500 divided by 0.5 into 193. ഇതൊന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിടുമ്പോൾ നമുക്ക് ക്യാൻസലേഷൻ ഏറ്റവും ഈസി, രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. യു വിൽ ഗെറ്റ് 10.8. 0.108 into 96500 by ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 10.8. ഒന്ന് കട്ട് ചെയ്ത് ശരി, ഉറപ്പല്ല എന്നാന്നോ? അപ്പം നമുക്കൊന്ന് നോക്കിയേക്കാം. 0.5 15
6, right? 5 9s are 40, 5 1s are plus 4, that is 965. Okay, 10.8 അല്ല, സോറി 9. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ ശരിയാവുള്ളൂ എന്ന്. 96. അപ്പോൾ അവിടെ നിന്ന് അല്ല മിസ്സേ, ഇതല്ല ആൻസർ. കണ്ടോ, ഇങ്ങനെ ട്രിക്കി ആവണം, റൈറ്റ്? 108 അല്ല. അപ്പം ഇതിനെ എന്തായാലും ഒന്ന് സിമിലർ കിട്ടിയല്ലോ, റൈറ്റ്? ഇതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലോട്ട് കിട്ടുന്ന എത്രയാ? 108, റൈറ്റ്? 108. 193 5 നമുക്ക് 965 അടുത്ത് തന്നെ വരുന്നത്. അപ്പോൾ ക്യാൻസലേഷൻ ഈസി ആയില്ലേ, റൈറ്റ്? അവിടെ നിന്ന് ചിലർ മിസ്സ് തെറ്റിച്ചിട്ട് റൈറ്റ്, ശരി, ഞാൻ ജസ്റ്റ് ഗസ് ചെയ്യായിരുന്നു നിങ്ങൾ ഉറങ്ങുകയാണോ അല്ലയോ എന്ന്. 0.5 അല്ലേ തന്നെ, 5 3s are 15. അപ്പോഴേ നമുക്ക് മനസ്സിലായില്ലേ 965 അടുത്ത അല്ല, 108 അല്ലല്ലോ. എന്തായാലും ആൻസർ ക്ലിയർ ആയില്ലേ? സോ ദാറ്റ് ഈസ് 108. സിമ്പിൾ ഫാക്ട്, റൈറ്റ്? അടുത്തയിലോട്ട് നീങ്ങിയേക്കട്ടെ. റൈറ്റ്. അടുത്ത പിന്നെയും വന്നത് ഒരു ഗാൽവനിക് സെല്ലിന്റെ ക്വസ്റ്റ്യൻ ആണ്. EMF ഓഫ് ദ സെൽ നല്ല ഫുൾ ഫ്ലെഡ്ജിലിട്ട്. E0 മാത്രം പറയല്ലേ മിസ്സേ, EMFും കൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് EMFിന്റെ ക്വസ്റ്റ്യൻ വന്നു. അപ്പം നമ്മുടെ EMF, സ്റ്റാൻഡേർഡ് EMF വ്യത്യാസമുണ്ട്. EMF എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് EMF എന്ന് പറയുമ്പോൾ E0 കാത്തോഡ് മൈനസ് E0 ആണ്. EMF എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ നേൺസ്റ്റ് അല്ലേ, നമ്മുടെ സ്വന്തം നേൺസിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, അങ്ങ് കയറിപ്പൊക്കോ. E is equal to E0 സെൽ. പിന്നെ ടെമ്പറേച്ചർ ഒന്ന് നോക്കണം. 298 ഉണ്ട്. 298 ആണെങ്കിൽ ആ 2 പോയിന്റ് ആ വലിയ ഇക്വേഷൻ അങ്ങ് വിട്ടേര്. നമുക്ക് 0.059 അതും ചെറിയതാക്കാം. 0.06 by n. Log of concentration of product by concentration of reactant. റേസ് ടു അതിൻ്റെ സ്റ്റോഷിയോമെട്രി ഉണ്ട്, റൈറ്റ്? റേസ് ടു അതിൻ്റെ സ്റ്റോഷിയോമെട്രി ഉണ്ട്. അപ്പം ഇനി ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ഇല്ലേ? അപ്പം നമ്മൾ ആ എക്സ്ട്രാ ഫിറ്റിങ്സിലോട്ടൊക്കെ ഒന്ന് പോവുക. റിയാക്ഷൻ എഴുതിയില്ലേലും ഇവിടെ വലിയ ബുദ്ധിമുട്ടില്ല, കാരണം 2+ രണ്ട് സ്ഥലത്തും ഇലക്ട്രോൺ 2 അപ്പം നമ്മൾ n = 2 എന്നൊന്ന് എഴുതിയേക്കാം. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എപ്പോഴും മോർ റിയാക്റ്റീവാണ്. ഇനി ആർക്കെങ്കിലും ഉറപ്പല്ലേൽ നിങ്ങൾ ഈ റിയാക്ഷൻ എഴുതിക്കോ. Mg2+, റൈറ്റ്? ആനോഡിക്. Cu2+, Cu കാത്തോഡിക്. അപ്പം മെഗ്നീഷ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ 10 നമുക്ക് ആ മുട്ടയും ഡെസിമലൊക്കെ എണ്ണിയേക്കാം. 1 മുട്ട, 2 മുട്ട, 3 മുട്ട, 4ാമത്തെ 1. സോ 10⁻⁻⁴. 1 മുട്ട, 2ാമത്തെ മുട്ട 3, 3ാമത്തെ മുട്ടയല്ല 1 അല്ലേ? എല്ലാം മുട്ടയായി കഴിഞ്ഞാൽ പിന്നെ കൗണ്ട് ചെയ്യണ്ടല്ലോ, റൈറ്റ്? സോ പ്രൊഡക്റ്റും റിയാക്റ്റും കിട്ടിയല്ലോ. ഇനി നമ്മുടെ ആസ് യൂഷ്വൽ E0 കാൽക്കുലേറ്റ് ചെയ്യുക. E0 ഓഫ് കാത്തോഡ് കോപ്പറിൻ്റെ മൈനസ് E0 ഓഫ് ആനോഡ് Mg2+, Mg. അപ്പം കോപ്പറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.34. ഇത് ഞാൻ എടുത്തിട്ടു അങ്ങ്. നിങ്ങൾ ചിന്തിക്കുക, മിസ് SRP ഞാൻ നോക്കി, SRP ആന്നു. SRP എന്തോന്ന് നോക്കിയേക്കണേ. Mg2+ Mg -2.37 അവർ തന്നിട്ടുണ്ട് മൈനസിൽ. സോ 0.34 മൈനസ് ഇൻറ്റു മൈനസ് ദാറ്റ് വിൽ ബി +2.37 ആൻഡ് ദാറ്റ് ടുഗെദർലി കിട്ടുന്നത് 2.71. റൈറ്റ്? ഇപ്പം നിങ്ങളുടെ കൂടെ വന്നപ്പം ദേ കണ്ടോ, എൻ്റെ മാത്സ് ഒക്കെ നല്ല സ്ട്രോങ് ആയി മാറുന്നുണ്ട് കേട്ടോ. E0 = 2.71. എന്തിനാ 0.059 തല വരുന്നുണ്ടാകും? നമുക്ക് 0.06 ഒന്ന് എത്തിയേക്കാം. 59 അല്ലേ? 0.03. ഇതാ നിങ്ങളുടെ കൂട്ടുകൂടിയപ്പം ഞാൻ സ്ട്രോങ് ആയി മാറി, ടാക്ട്ഫുള്ളി ചിന്തിക്കാൻ തുടങ്ങി. ലോഗ് ഓഫ് 10 മേളിൽ
പ്രൊഡക്റ്റ് ബൈ റിയാക്ടൻറ്റ് 10⁻⁻⁴ ബൈ ദാറ്റ് ഓഫ് 10⁻⁻3. കറക്റ്റ് അല്ലേ? സോ 2.71 വന്നു. 0.34 കോപ്പറിൻ്റെ, മെഗ്നീഷ്യം മൈനസ് ഇൻറ്റു മൈനസ് 2.71 കിട്ടി. E0 ഓഫ് SL മൈനസ് 0.059 ലോഗ് 10⁻⁻⁴ ബൈ ലോഗ് 10⁻⁻3. ശരിയായോ? ചെറിയൊരു കുഴപ്പം വന്നില്ലേ? എന്തായിരുന്നു? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെഗ്നീഷ്യമാണ്. മെഗ്നീഷ്യത്തിൻ്റെ 10⁻⁻3 ആയിരുന്നു അല്ലേ? റൈറ്റ്, 1 2 3. കോപ്പറിൻ്റെ 10⁻⁻⁴ ആയിരുന്നു അല്ലേ? 10⁻⁻⁴. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സോ കോപ്പറിൻ്റെ വന്നപ്പം ഇപ്പുറത്താ 10⁻⁻⁴, മെഗ്നീഷ്യം വരുമ്പോൾ 10⁻⁻3. അതൊക്കെ ഒന്ന് കറക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ മാറ്റി കൊടുക്കാം. -3 ഇപ്പം ഡയറക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ഉറപ്പല്ലേ? ഡയറക്റ്റ് എടുക്കല്ലേ? 10⁻⁻3 നമുക്ക് മെഗ്നീഷ്യത്തിൻ്റെ ആ തന്നിരിക്കുന്നത് 1 2 3. മുട്ട എണ്ണിയപ്പം തെറ്റിപ്പോയി. 1 2 3. കോപ്പറിന് വരുമ്പോൾ 10⁻. ഇനി ഒന്ന് മേളിലോട്ട് പോയാലോ? 2.71 മൈനസ് 0.03 ലോഗ് 10⁻⁻3. ഈ -4 മേളിൽ വന്നപ്പോൾ +4. സോ സിമ്പിൾ. 2.71 മൈനസ് 0.03. ഇത് ലോഗ് 10 വന്നു 1. ഇപ്പം 2.71 നിന്ന് 0.03 മൈനസ് ചെയ്യല്ലേ? എത്രയാ കിട്ടുക? യെസ്, ഒബ്വിയസ്ലി ദാറ്റ് ഈസ് ഡി. ഇപ്പോൾ കോൺസെൻട്രേഷൻ കറക്റ്റ് എടുത്തോണം. മാഗ്നീഷ്യം ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് 3 ആൾക്കാരായിരുന്നേ, അതാ 10⁻⁻3. കോപ്പറിന് 4 ആൾക്കാരായിരുന്നു, അതാ 10⁻⁻4. ആൻഡ് പ്രൊഡക്റ്റ് മെഗ്നീഷ്യമാണേ. പ്രൊഡക്റ്റ് മെഗ്നീഷ്യം, റിയാക്ടൻ വരുന്നേ കോപ്പർ ആയിരുന്നു. അപ്പം മാഗ്നീഷ്യത്തിൻ്റെ ഓക്കെ സ്ട്രൈക്ക് ചെയ്ത് എഴുതാം 10⁻⁻3. ആൻഡ് ഇവിടെ വരുന്നത് -4. അത് വെള്ളോട്ട് എടുത്താം. അപ്പം EMFിൻ്റെ ക്വസ്റ്റ്യനും ആയല്ലോ. റെഡി ആയല്ലോ EMFിൻ്റെ ക്വസ്റ്റ്യനും. അടുത്തയിലോട്ടൊന്ന് നീങ്ങിയേക്കട്ടെ. സോ ശരി. ഇപ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ പിടിച്ചേക്കാം. What does the positive value of standard electrode potential indicate? E0 പോസിറ്റീവ് വന്നാൽ അതെന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയും E0 നെഗറ്റീവ് നോക്കുക. നെഗറ്റീവ് ഉണ്ട് നല്ല റിയാക്റ്റീവ്. അപ്പം E0 പോസിറ്റീവ് എന്ന് പറയുന്നത് കുറച്ച് കഴിവ് കുറവുള്ള ആൾക്കാർ, അവർ റിയാക്റ്റീവ് അല്ല. അപ്പം ഇവർ ലെസ് റിയാക്റ്റീവാണ്. ലെസ് റിയാക്റ്റീവ് ഉള്ളതുകൊണ്ട് ബാക്കിയുള്ളവരുടെ എല്ലാം അടി കൊള്ളണം എന്നല്ലേ? അപ്പോൾ സ്ട്രോങ് ഉള്ള ആൾക്കാരുടെ എല്ലാം അടി കൊള്ളും. എന്നിട്ട് അവർ സ്വന്തം എന്തായി മാറും? റെഡ്യൂസ്ഡ് ആവും. അടി കൊണ്ട് റെഡ്യൂസ്ഡ് ആയി. സോ ദേ ഗെറ്റ് റെഡ്യൂസ്. അപ്പം അവർ ഗെറ്റ് റെഡ്യൂസ്ഡ്. ആരാ റെഡ്യൂസ്ഡ് ആവാൻ തീരുമാനിക്കുന്നത്? ആരാ അടി കൊള്ളുന്നത്? അടി കൊള്ളുന്ന ആരാ? ലെസ് റിയാക്റ്റീവ് ഉള്ള ആൾ. അപ്പം നമുക്ക് കെമിസ്ട്രിയിൽ എങ്ങനെ മനസ്സിലാവും ആർക്കാ പോസിറ്റീവ് വാല്യൂ ഉള്ളത്? ഇത്രയേ ഉള്ളൂ. ഇപ്പം E0 വാല്യൂ പോസിറ്റീവ് ആയിരുന്നു, ലെസ് റിയാക്റ്റീവ്. അടിച്ചടിച്ച് അവരെ നമ്മൾ റിഡ്യൂസ്ഡ് ആക്കി. ഇപ്പം ചിലപ്പം അവർ നമ്മുടെ ഹൈഡ്രജനെക്കാട്ടും കൂടുതൽ റെഡ്യൂസ്ഡ് ആവുന്ന, അതിനെക്കാട്ടും റിയാക്റ്റീവ് കുറവായിരിക്കാം. ഹൈഡ്രജനെക്കാട്ടും റിയാക്റ്റീവ് കുറവായിരിക്കാം. സോ റെഡ്യൂസ്ഡ് മീൻസ് കുറച്ച് റിയാക്റ്റീവ് കുറവുള്ള ആൾക്കാരുള്ളപ്പോഴല്ലേ നമുക്ക് സ്ട്രോങ് ആവാനും ഒക്കത്തുള്ളൂ. അപ്പം ഇതിനെ അങ്ങ് പുച്ഛിച്ച് കളയല്ലേ ഈ ക്വസ്റ്റ്യന്. ചെറിയത് ആൻസറാ, അയ്യോ ഇത് സിമ്പിളാ, അങ്ങനെ കളയല്ലേ. ചിലപ്പോൾ ചെറിയതാന്നും വലിയതായിട്ട് എടുത്തു വരാമെന്നേ. അപ്പോൾ പോസിറ്റീവ് വാല്യൂ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു ലെസ് റിയാക്റ്റീവ്. അവർ ആ കാത്തോഡിൽ വെക്കുക, അവരാന്നു റെഡ്യൂസ്ഡ് ആവുന്നത്. ഓക്കെ അല്ലേ? സോ മനസ്സിലായല്ലോ. റിയാക്റ്റീവ് കുറവ്, അടി കൊള്ളുന്ന ആൾക്കാരാ, അതുകൊണ്ട് അവർ റെഡ്യൂസ്ഡായി മാറുന്നത്. നമ്മളൊക്കെ റെഡ്യൂസ്ഡ് ആവണ്ടെന്ന് തന്നെ ഞാൻ പറയാം. നമ്മളെല്ലാം ഓക്സിഡൈസ്ഡ് ആക്റ്റീവ്. ഓക്കെ,
എല്ലാവർക്കും ആക്റ്റീവ് ആവാൻ ഒക്കുമോ? അപ്പം അടുത്ത റൈറ്റ് ദ നേംസ് ഇക്വേഷൻ ഫോർ ഇലക്ട്രോൺ റിയാക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ തുടക്കം നമുക്ക് സ്ട്രോങ് റേഞ്ച് ക്വസ്റ്റ്യൻ എടുത്തു, പിന്നെ രീതി വരാം. അപ്പോൾ ഒരു ഹാഫ് സെൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, നമുക്കതിൻ്റെ ഇ എഴുതാം. ഇ ഈക്വൽ E0 സെൽ മൈനസ് 2. അതായിരുന്നു സ്റ്റാൻഡേർഡ് കണ്ടീഷന് 0.059 യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഒന്നും തന്നില്ലല്ലോ. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് സ്റ്റോയിഷ്യോമെട്രി ബൈ റിയാക്ടൻ സ്റ്റോയിഷ്യോമെട്രി, പ്രൊഡക്റ്റ് ബൈ റിയാക്ടൻ. ഇനി ഇവിടെ ഹാഫ് സെല്ല, അപ്പോൾ E0 എന്ന് പറയുന്ന ഒറ്റ ഒരാളുടെയാ, നമ്മുടെ MN പ്ലസ് M. ഇത് ഫോർമുലയായിരുന്നു, ഇന്നത്തെ ഇട്ട് കൊടുക്കാം. 2.303 6 ടി തന്നിട്ടില്ലാത്തതുകൊണ്ട് ഇടണ്ട, അങ്ങോട്ട് അത് മതി. N തന്നെയാ, NF അത് തന്നെ. 1 എന്നൊന്നും അറിയില്ല നമുക്ക്. ലോഗ് പ്രൊഡക്റ്റ് സോളിഡാ. ഈ സോളിഡിൻ്റെ കോൺസെൻട്രേഷൻ മാറുമോ? സോളിഡിന് കോൺസെൻട്രേഷൻ ലിക്വിഡ്സും ഗേഷ്യസ് ഒക്കെ അല്ലേ മാറുന്നത്, സോളിഡ് മാറില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ സോളിഡിന് വന്നാൽ നമ്മൾ യൂണിറ്റ് എടുക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, ലിക്വിഡും അറ്റ് ദ മോസ്റ്റ്. അപ്പം ആകെ കൂടെ എടുക്കാമെന്ന് എക്വസ് എടുക്കാം, ടെക് ഗേഷ്യസ് എടുക്കാം. ഇത് ഓർത്തിരിക്കേ, സോളിഡും ലിക്വിഡും നമ്മൾ എടുക്കാൻ പാടില്ല, അക്വസും ഗേഷ്യസും ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം ലോഗ് പ്രൊഡക്റ്റ് ഒന്നുമില്ല, 1 സോളിഡ് അല്ലേ, ബൈ റിയാക്ടൻ MN പ്ലസ്, കാരണം അവർ എക്വസാണ്, എക്വസ്. അപ്പം എക്വസ് എടുക്കണം, ഗേഷ്യസ് എടുക്കണം, സോളിഡ് എടുക്കല്ലേ, ലിക്വിഡും വലിയതായിട്ട് കോൺസെൻട്രേഷൻ. ഗേഷ്യസിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് മാറുന്നത് അല്ലേ? യെസ്, എങ്ങനെ പറയാ, നമ്മൾ ഉച്ചയ്ക്ക് ടിഫിൻ ബോക്സ് തുറക്കുമ്പോൾ ഭയങ്കര നല്ല സ്മെല്ലാണ്, കുറച്ച് നേരം കഴിയുമ്പോൾ ഭക്ഷണം കഴിയുമ്പോഴത്തേക്ക് സ്മെല്ലും ഇവാപ്പറേറ്റ്, കോൺസെൻട്രേഷൻ മാറിയില്ലേ? ലിക്വിഡ് അങ്ങനെയല്ലല്ലോ, സോളിഡും അങ്ങനെയല്ലല്ലോ, റൈറ്റ്? എക്വസിലും മാറാം, ചിലപ്പോൾ കോൺസെൻട്രേഷൻ കുറയാം, കൂടുതൽ. അതുകൊണ്ട് ആരുടെ മാറുന്നു അവരെ മാത്രം എഴുതിയാൽ മതി. അടുത്തലോട്ട് വന്നേക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് ടൈം വുഡ് ഇറ്റ് ടേക്ക് ഇൻ മിനിറ്റ്സ് ആണ് ടു ഡിപ്പോസിറ്റ് 1.18 gram ഓഫ് മെറ്റാലിക് കോപ്പർ ഓൺ എ മെറ്റൽ ഒബ്ജക്റ്റ്. അത് തന്നെ നമ്മുടെ സ്വന്തം ഫാരഡേസിൻ്റെ ഇക്വേഷൻ. When a current of 2 ampere pass through an electrolytic cell of Cu2 plus ആണ്, മൈനസ് വരത്തില്ലല്ലോ, കോപ്പറിൻ്റെ അല്ല. റൈറ്റ്, നിങ്ങൾ ചൂസ് ചെയ്ത കറക്റ്റാന്നു, പറഞ്ഞ ഇക്വേഷനും കറക്റ്റാണ്. W ഈക്വൽ ടു ZIT ഇതല്ലേ യൂസ് ചെയ്യണേന്ന് ചോദിച്ചത് കറക്റ്റാണ്. W ഈസ് ഈക്വൽ ടു ഈക്വലൻ മാസ് ബൈ ഫാരഡേ ഇൻറ്റു I ഇൻറ്റു T, അതും കറക്റ്റായി. ഇവിടെ നിർത്തല്ലേ, ഡോണ്ട് സ്റ്റോപ്പ്, മുമ്പിലോട്ട് നീങ്ങിക്കോ, കാരണം ഈക്വലൻ മാസ് ഇല്ല. അപ്പം W ഈസ് ഈക്വൽ ടു ആറ്റോമിക് മാസ് ബൈ വാലൻസി ഇൻറ്റു ഫാരഡേ. എന്തൊക്കെയോ പണി നടക്കും അല്ലേ? കറക്റ്റ്. വെയിറ്റ് ഉണ്ടല്ലോ, അപ്പം എവിടെ ഇക്വേഷൻസ് തന്നു ചോദിച്ചു അവിടെ നിർത്തുക. നമ്മൾ ZIT പറഞ്ഞു, എല്ലാം ഇല്ലായിരുന്നു, ഈക്വലൻ മാസ് ഇല്ലായിരുന്നു, ഒരു പ്രോബ്ലം ഇതില്ലായിരുന്നു. ഇപ്പം തേർഡ് ഇക്വേഷൻ എല്ലാം ഉണ്ട്. ഇനിയും ഡബ്ല്യുവിൻ്റെ സ്ഥലത്ത് എന്ത് എഴുതുക? 1.18. ആറ്റോമിക് മാസ് തന്നിട്ടുണ്ടല്ലോ 63.5. വാലൻസി, വാലൻസി എന്താ തന്നിട്ടുണ്ട്, Cu2 പ്ലസ്. ഫാരഡേ 96,500. കറണ്ട് 2 ആംപിയർ. ഒന്നും എഴുതണ്ട, പറഞ്ഞതേ ഉള്ളൂ. ടൈം കണ്ടുപിടിക്കാമല്ലോ. യെസ്, അപ്പം നമ്മുടെ ടൈം കണ്ടുപിടിക്കുന്നത് 1.18 ഇൻറ്റു 2 വേണേ കട്ട് ചെയ്യാം കേട്ടോ, അതേ ബൈ 63.5 ഇൻറ്റു 2 കട്ട് ചെയ്തു. ബാക്കി മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യാമല്ലോ.
ടീച്ചർ ചെയ്ത് കാണിക്കണോ? തന്നെ അങ്ങ് കാൽക്കുലേറ്ററിൽ അല്ലെങ്കിൽ മാനുവലി ചെയ്താൽ മതി കേട്ടോ. ഞാൻ നേരെ എഴുതാൻ പോവുക 1793.23. എന്നാൽ ഇവിടെ നിർത്തല്ലേ, കാരണം ഈ ടി വാല്യൂ ഏതിലാ? സെക്കൻഡ്സിലാ. അവർ നമ്മളോട് ചോദിച്ച ഏതിലാ? മിനിറ്റ്സിൽ വേണം. അപ്പം സെക്കൻഡിനെ മിനിറ്റ് ആക്കാൻ സോ സിമ്പിൾ, ഡിവൈഡ് ഇറ്റ് ബൈ 60. 1793.23 divide by 60. That's it. 29.88. ഡിവൈഡ് ചെയ്ത് കാണിക്കാനോ? അതും നമ്മൾ സ്വന്തം അങ്ങ് ചെയ്താൽ മതി. മിനിറ്റ്സ്, മീറ്റർ അല്ലേ മിനിറ്റ്സ്, റൈറ്റ്? സോ അത് സിമ്പിൾ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ അല്ലേ, കുഞ്ഞുങ്ങളായ മൾട്ടിപ്ലൈ ഡിവൈഡ് ഒക്കെ ചെയ്യണ്ടേ? അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വിട്ടു തന്ന ഈസി അല്ലായിരുന്നോ? ഇപ്പം എല്ലാ ടൈപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നില്ലേ? നോക്കിയേക്കാം അടുത്തത്. യെസ്, അവർ പറയുന്നു ടീച്ചർ ഇത്രയും ചെയ്ത് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു വലിയ കാര്യമല്ല, ഇത്രയും നേരം നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇതൊക്കെ നമുക്ക് ഇനിയും വെരി ഈസിയാണ്. ആൻഡ് വെരി ഈസി, ഓൾറെഡി ഭയങ്കര നല്ല രീതിയിൽ അറിയാവുന്നത്. നോക്കിയേക്കാം. ഹൗ മച്ച് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ഇൻ കുളം ഫോർ ഓക്സിഡേഷൻ ഓഫ് H2O-നെ O2 ആക്കുക. O2. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ? ഹൈഡ്രജൻ ഇങ്ങനെ എഴുതുമ്പോൾ ശരിയാവില്ല. H2 ഉണ്ട്, ഓ ഹാഫ് ഇട്ടോളൂ. ആയില്ലേ ബാലൻസ്? കഴിഞ്ഞു. ഡിഫിക്കൽട്ടി പാർട്ട് ഓവർ. H2O-നെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് അറിയാമെങ്കിൽ അടുത്ത പിന്നെ ആൻസർ അല്ലേ? ഓക്സിജൻ ബുദ്ധിമുട്ടാന്നേ അതിലോട്ട് നോക്കുകയും വേണ്ട. ആരെയാ ബുദ്ധിമുട്ട് തോന്നുന്നത് അവിടെ നോക്കല്ലേ? H2. എത്ര H ഉണ്ട്? 2. അപ്പോൾ 2H+. ഇതൊന്നും വേണ്ട, അത് റൈറ്റ്. 2H+, 2 ഇലക്ട്രോൺ H2. ഇത് നമ്മൾ ഷോ ഒക്കെ കാണിക്കണ്ട, ജസ്റ്റ് ആ 2 ഇലക്ട്രോൺ വന്ന് എങ്ങനെയാണെന്നറിയാൻ. ഒരു H+ന് 1 ഇലക്ട്രോൺ, 2H+ന് 2 ഇലക്ട്രോൺ. ബാക്കി നിങ്ങൾക്ക് ആൻസർ അറിയാം. 1 മോൾ എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2 ഫാരഡേ, റൈറ്റ്? ഇപ്പം നമ്മുടെ CBSE കുട്ടികൾ ഓർക്ക് 2F നിങ്ങൾ 2 × 96,500 കുളം എന്നൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണേ. നമ്മുടെ സ്റ്റേറ്റുകാർ ഓർക്കുക 2F, കുഴപ്പമില്ല. ഓക്കെ, ദേ വിൽ ബി ഗിവിങ്. അത്രയും മതി, 2F മതി. 2 × 96 അതും കുഴപ്പമില്ല, ഒന്ന് മൾട്ടിപ്ലൈ ചെക്ക് ചെയ്യാം. അടുത്തയിലോട്ട് FeO-നെ Fe2O3 കൊണ്ടുവരാം. അപ്പം Fe+2 +3 ചേഞ്ച് പറഞ്ഞത് by 1. അപ്പം 1 മോൾ എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ അല്ലേ? അർത്ഥം 1 ഫാരഡേ എന്നല്ലേ? അപ്പോൾ 1 ഫാരഡേ 1 × 96,500 കുളം. കണ്ട അവിടെ പലരുടെ ഫേസസിൽ ആ സ്മൈല് കാണുമ്പോൾ അറിയാം ടീച്ചറിനെക്കാട്ടും ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അതാണെന്നേ ഇംപ്രൂവ്മെൻറ്റ് ആഫ്റ്റർ സീയിങ് സോ മെനി ക്വസ്റ്റ്യൻ. എൻ്റെ അല്ല, നിങ്ങളുടെ കഴിവ്. അടുത്തയിലോട്ട് 96,500 കുളം ഡിപ്പോസിറ്റ്സ്, ഇത്രയും മാസ്, ഇത്രയും ഇലക്ട്രോൺ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെർ മോൾ ഓഫ് ഇലക്ട്രോൺസ്. വളരെ കുഞ്ഞു രീതിയാണ്. 10. ഓക്കെ, നേരെ W = ZIT എന്ന് ചെയ്ത് നോക്കാം. W = ഇനി ആറ്റോമിക് മാസ് ബൈ വാലൻസി അല്ല, നമുക്ക് തോന്നുമ്പോൾ ഒന്നും കിട്ടുന്നില്ല അല്ലേ? വെയിറ്റ് 96,500 റൈറ്റ്. ആ സിൽവർ വേണേ അങ്ങ് നമുക്ക് ചെയ്തേക്കാം. ആറ്റോമിക് മാസ് 107.9, 108 അങ്ങ് എടുത്തോ. ഈ 96,500 കുളം ഫാരഡേ അല്ല, I × T ആന്നേ. 96,500. വാലൻസി സിൽവറിൻ്റെ 1 ഫാരഡേ 96,500. കണ്ടോ? ഏത് രീതി വഴിക്കൂടെ ഈ ആൻസർ വരും. 108. ഇതാ സിൽവറിൻ്റെ മാസ്. അപ്പോൾ
ഒരു മോള്, നമ്മുടെ ബേസിക് കൺസെപ്റ്റ്സിനെ മറന്നു പോകണ്ട, ഒരു മോളിക്കുലർ മാസ് 108 ഗ്രാം. അതിൻ്റെ അർത്ഥം എത്ര നമ്പർ ഓഫ് ഇലക്ട്രോണ്? ഇത്രയും അവഗാഡ്രോ നമ്പർ 6.02 ഇൻറ്റു റൈറ്റ്. ഇത് സിൽവറിൻ്റെ തന്നെ മാസാണ്. അപ്പോൾ ഒരു മോൾ എന്ന് പറയുന്നത് സിൽവറിൻ്റെ മാസ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു അവഗാഡ്രോ നമ്പർ, ആൻഡ് ദാറ്റ്സ് അവർ ആൻസർ. പിന്നെ തെറ്റിക്കല്ല മാർക്ക് ചെയ്യാവുന്ന നേരത്ത് ഇവിടെ 10⁻⁻23 ആ. 6.02 ഇൻറ്റു 10⁻23. ഓക്കെ, അടുത്തതിലോട്ട് നീങ്ങിക്കട്ടെ. വിത്ത് യുവർ പെർമിഷൻ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് മെഷേർഡ് taking the concentration of all the species involved in a half cell. Standard അല്ലേ? Standard conditions. Standard condition. ഈ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ വരുമ്പോൾ ഓക്കെ നമുക്ക് അങ്ങ് എഴുതിയേക്കാം. E0 മൈനസ് 0.059/n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ റിയാക്ടൻറ്റ്. ശരിക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബൈ സ്റ്റോഷ്യൂ. അവർ പറഞ്ഞ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ, സ്റ്റാൻഡേർഡ് മെഷറിംഗ് ടേക്കിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഓൾ സ്പീഷീസ് ഇൻവോൾവ് ഇൻ ദ E = E0 വരണമെങ്കിൽ ഇതങ്ങ് ഫുള്ള് പോട്ടെ. ഇത് പോണെങ്കിൽ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഇതെന്താ 1 മോളാർ. രണ്ടും ആകുമ്പോഴത്തേക്ക് E = E0 മീൻസ് EMF വിൽ ബിക്കം എ സ്റ്റാൻഡേർഡ് ഇലക്ട്രോൺ. ഇതും മണ്ണാണെങ്കിൽ മൈനസ് 0.059/n 1 വരുന്ന 1 കട്ട് ആൻസർ 1 വരാൻ 10⁻0 അല്ലേ? അപ്പം ഈ ഫുൾ ടേം പോയില്ലേ? അങ്ങനെയാണേ E = E0 അല്ലേ? അപ്പോൾ വന്നത് നമ്മൾ എന്താ കോൺസെൻട്രേഷൻ എടുത്ത? യെസ്, ഇറ്റ് ഈസ് 1 മോളാർ. ഇപ്പോൾ നമ്മൾ ധാരാളം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. ഇലക്ട്രോ കെമിസ്ട്രിയുടെ 2 പോർഷൻസാണ് ഞാൻ ഇന്നത്തെ കവർ ചെയ്ത്. ഒന്ന് ഗാൽവനിക് സെല്ലും പിന്നെ നമ്മുടെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആ. ഷ്യൂർ ക്വസ്റ്റ്യനാ. ഏത് സിലബസ് ആയിക്കോട്ടെ, ഇറ്റ്സ് എ ഷ്യൂർ ക്വസ്റ്റ്യനാ. അപ്പോൾ ഉറപ്പായിട്ട് ചെയ്ത് പഠിക്കണം. ആൻഡ് വെയിറ്റ് ഫോർ ദ സെക്കൻഡ് ക്ലാസ്. അവിടെ നമുക്ക് ഗാൽവനിക് സെല്ലും പിന്നെ നമ്മുടെ പ്രൊഡക്ട്സ് ഓഫ് ഇലക്ട്രോലൈസിസും പിന്നെ കോൾറേഷൻ, നമ്മുടെ സ്വന്തം കോൾറേഷൻ ഒക്കെ നമ്മൾ പഠിക്കണ്ടേ? അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടേംസ് സ്റ്റിൽ വെയിറ്റിംഗ് ഇൻ ദ സെക്കൻഡ് സെക്ഷൻ. പിന്നെ നമുക്ക് സ്റ്റോറിയും കണ്ടിന്യൂ ചെയ്യാം. എൻ്റെ തൊണ്ടയുടെ ഒക്കെ ക്ലിയർ ആക്കി ഡോക്ടർ തരുന്നതിൻ്റെയും കൂടെ കഥ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സോ വെയിറ്റ് ഫോർ ദ സെക്കൻഡ് സെക്ഷൻ. താങ്ക് യു.